ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നിങ്ങൾ രാവിലെ മുതൽ ക്ലാസ്സിലാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ എക്സാമിനേഷൻ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അടിക്കടി നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അപ്പോൾ നമുക്ക് ഗൗരവത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ച ക്ഷീണമൊക്കെ അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന പോലെ നമുക്ക് ഏകദേശം ഇനി 4 മാസം തന്നെ പറയാം, ഏറെക്കുറെ 4 months ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാൻ ഈ സമയം യഥേഷ്ടമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കമ്മിങ് GIBയിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാനും നിങ്ങൾക്കിത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഓക്കെ, യെസ്, ഞാൻ കഴിച്ചിട്ടുണ്ട്, താങ്ക് യു. യെസ്, അപ്പോൾ പിന്നെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയേണ്ടത് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. കാരണം 2 മണിക്കൂർ നേരത്തെ സെഷനാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓരോരുത്തരും അതിനെ ഉപയോഗിക്കണം എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടാണ്. എന്നെ കാണാനും കേൾക്കാനും ഒന്നിലൊന്നും പ്രയാസങ്ങളൊന്നും നേരിടുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, റൊട്ടേഷണൽ മോഷൻ ആണല്ലോ നമ്മുടെ ചാപ്റ്റർ. റൊട്ടേഷണൽ മോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, JEEനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. JEE പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് കേട്ടിട്ട് ഇതാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോകരുത്. പകരം എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന ടോപ്പിക്ക് യഥാർത്ഥത്തിൽ ഫിസിക്സിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമേറിയ ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ യൂണിറ്റാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ JEEനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, JEEനെ സംബന്ധിച്ചിടത്തോളം റൊട്ടേഷണൽ ഡൈനാമിക്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് JEE മെയിനിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഒരുപാട് ചാപ്റ്റേഴ്സ് ഫിസിക്സിലുണ്ട്. ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. 2023 ഏറ്റവും അവസാനം നടന്ന JEEകളിൽ, കാരണം ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം, അതിൽ 22 ചോദ്യങ്ങളാണ് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യമല്ല പറഞ്ഞത്, മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 22 ക്വസ്റ്റ്യൻസ് ആണ് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കമ്പാരിസൺ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതേ സമയത്ത് അത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് ചോദിച്ചത് 50 ചോദ്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് 2019 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. അതുപോലെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗ്രാവിറ്റേഷന് നല്ല വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, റൊട്ടേഷനെ സംബന്ധിച്ചിടത്തോളം അവയെ കമ്പയർ ചെയ്യുമ്പോൾ റൊട്ടേഷന് അത്ര വെയിറ്റേജ് JEE മെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മനസ്സിലായോ? ഏത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസോ വെരി റീസെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ഡിസ്കഷൻ അല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണുകൾ, നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഫോക്കസ് എത്തിപ്പെടേണ്ട ഭാഗങ്ങൾ ഏതാണോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നതല്ല ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, മറിച്ച് ആ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ് പ്ലീസ്. ഓക്കെ, ഫൈൻ.
യെസ്, നോക്കൂ, നമ്മുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്ററിനെ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? സെൻറ്റർ ഓഫ് മാസ് ആണ് അല്ലേ? അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മളിതിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങളോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, ഒരുപാട് പുതിയ ഇക്വേഷൻസ് അല്ല ഞാൻ നിങ്ങൾക്ക് തരിക കേട്ടോ. ഒരുപാട് പുതിയ ഇക്വേഷൻസും ഒരുപാട് ബൈഹാർട്ടാക്കാനുമല്ല, നമുക്ക് NCERT ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളതൊക്കെ. അപ്പോൾ ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പുതിയ ഇക്വേഷനൊന്നും അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്കറിയാവുന്ന വിവരത്തിന് ഏറ്റവും വൃത്തിയായിട്ട് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങാം. യെസ്, നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തിൽ നോക്കൂ, സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്യപ്പെടുന്ന പോയിന്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എലോങ് എക്സ് ആക്സിസിലാണ് നമ്മുടെ മാസുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം എക്സ് സി എം എന്നുള്ള ഏറ്റവും ബേസിക് ഇക്വേഷനാണിത്. M1x1 പ്ലസ് M2x2 പ്ലസ് എക്സെട്ര MnXn ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. റെഡിയാണല്ലോ? ഓക്കെ, ഇനി മാസുകൾ നോക്കൂ, ഒരേ ലൈനിലല്ല, ഒരു പ്ലെയിനിലോ അല്ലെങ്കിൽ 3 ഡയമെൻഷനിലാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെങ്കിൽ ദ മോസ്റ്റ് ജനറൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മാത്രം തന്നെ ഇഷ്ടം പോലെ പ്രോബ്ലംസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ, ഒന്ന് രണ്ടൊന്നുമില്ല, യഥേഷ്ടം ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. ഈ ചെയ്യുന്ന ചോദ്യങ്ങളെയൊക്കെ പിന്നെ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഞാൻ എഴുതുന്ന ആൻസേഴ്സ് അതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെനക്കെടണ്ട. അതിൻ്റെ ആവശ്യമില്ല. പകരം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന അതേപോലെ ഫാസ്റ്റായിട്ട് എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എഴുതി അതുപോലെ ഇങ്ങനെ കോപ്പി അടിച്ച് വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഉള്ള ഒരു പോക്കിന് ഇത്രയും ഗൗരവപ്പെട്ട ഒരു ചാപ്റ്റർ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, എന്താ അഞ്ജലി ചോദിച്ചാൽ ഇത് കണ്ടുപഠിച്ചാൽ JEE മെയിൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നല്ല ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ JEE മെയിൻ ക്രാക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് മാത്രം പറ്റുമോ? അല്ലെങ്കിൽ ഈ ഒരു 2 മണിക്കൂർ റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഈ 2 മണിക്കൂർ കൊണ്ട് മാത്രം ഒരു അത്ഭുതം കാണിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഐഡിയ, ഈ ബേസിക് ഇക്വേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ 2 മാസുകൾ നോക്കൂ. ഒരു M1 ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു M2 അവിടെ ഉണ്ട്. M1 M2 ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, സപ്പോസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. സപ്പോസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എന്ന് വിചാരിക്കുക, ഇതിൻ്റെ CM. M1 നിന്ന് CMലേക്കുള്ള ഡിസ്റ്റൻസ് R1ഉം M2 നിന്ന് CMലേക്കുള്ള ഡിസ്റ്റൻസ് R2ഉം ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, നോക്കൂ, R പ്രൊപ്പോർഷണൽ ടു 1/m. എന്താ R പ്രൊപ്പോർഷണൽ ടു 1/m? അതായത് ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് പറയാം M1 മാസ് കൂടുതലാണ്. മാസ് കൂടിയ ഒബ്ജക്റ്റിൽ നിന്ന് CMലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. മനസ്സിലായോ? മാസ് കൂടിയ ഒബ്ജക്റ്റിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതാണ് ഇവിടുത്തെ R. ഈ R അതല്ല, ഇവിടുത്തെ R അതല്ല ഉദ്ദേശിച്ചത്. ഇത് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ്. R1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഇവിടെ R1 R2 എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഇക്വേഷനിൽ R1 R2 അല്ല. ഇത് CMലേക്ക് M1 നിന്നും M2 നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ R1 R2 എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ സേ R1 പ്രൊപ്പോർഷണൽ ടു 1/M1 ആണ്, R2 പ്രൊപ്പോർഷണൽ ടു 1/M2 ആണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? R1/R2 is equal to M2 divided by M1, or you can say it is nothing but, see, ഇവിടെ M1 R1 equal to M2 R2 എന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ഞാൻ നോക്കൂ, ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ, ഒരു ക്രിക്കറ്റ് ബാറ്റാണ്. ആ ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ ഞാൻ അതിനെ കട്ട് ചെയ്തു. ആ ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അതിലൂടെ കട്ട് ചെയ്തു. കണ്ടല്ലോ? എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഞാൻ കട്ട് ചെയ്താൽ 1, 2 എന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ഓൺ ദ മാസസ് ഓഫ്
ടു പാർട്സ്, ഈ 1ൻ്റെയും 2ൻ്റെയും മാസിനെ കുറിച്ച് നിങ്ങളോട് കമൻറ്റ് ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കമൻറ്റ് ചെയ്യൂ പ്ലീസ്. അതായത് പോർഷൻ 1-നാണോ 2-നാണോ ഏതിനാണ് മാസ് കൂടുതൽ, കുറവ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷനാണോ ഒന്ന് പറ. നോക്കൂ, ഈ ഒരു ക്രിക്കറ്റ് ബാറ്റ്, ആ ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ ഞാൻ കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റി. നിങ്ങൾ 2 പീസിനെ കാണുന്നുണ്ട്. അവയുടെ മാസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. പെട്ടെന്ന് അവയുടെ മാസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, അവയുടെ മാസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? വേഗോട്ടെ. ആ ഓക്കെ, പല കമൻസും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എന്നാലേ എനിക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഏതെങ്കിലും സോഫയിലൊക്കെ ചാരി ഇരുന്നാണ്ട് അല്ല കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. വളരെ ഗൗരവത്തിലിരുന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, യെസ്, വളരെ വ്യത്യസ്തമായ ആൻസേഴ്സുകളൊക്കെ വരുന്നുണ്ട്. യെസ്, നോക്കൂ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ എന്താ ഞാനിപ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ സംസാരിച്ച് നോക്കൂ. അതായത് പലരും മെജോറിറ്റി ആളുകൾ, നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ടാവും, മെജോറിറ്റി ആളുകളും കമൻറ്റ് ചെയ്യുന്നത് ഈക്വൽ മാസാണ് എന്നാണ്. ആക്ച്വലി ഈക്വൽ മാസാണോ? അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. സെൻറ്റർ ഓഫ് മാസിലൂടെ ഒരു ബോർഡിനെ കട്ട് ചെയ്താൽ അപ്പുറം ഇപ്പുറം മാസ് സെയിം ആണ് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. ആ ധാരണ ഇപ്പം തന്നെ മാറ്റിക്കൂടാ. സെൻറ്റർ ഓഫ് മാസിൽ കട്ട് ചെയ്താൽ അപ്പുറം മാസ് സെയിം അല്ല. കാരണം എന്താ, ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് തന്നെ നമ്മളിവിടെ എങ്ങനെ മാർക്ക് ചെയ്ത്, മാസ് കൂടിയ ആളുടെ ഭാഗത്താണ് സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. മനസ്സിലായോ അല്ലേ? അതല്ലേ നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചത്. അപ്പോൾ ഇതിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെൻറ്റർ ഓഫ് മാസ് നോക്കൂ, ഇവിടെയാണ്. ഈ ബോർഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലല്ല ഇവിടെ മാർക്ക് ചെയ്ത്, ഇവിടെയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ലോവർ പാർട്ടിനാണ് എന്ത് മാസ് കൂടുതലുള്ളത്. ലോവർ പാർട്ടിനാണ് മാസ് കൂടുതൽ. M2 ഗ്രേറ്റർ ദാൻ M1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? സാരമില്ല, ഇത് മുമ്പ് ഒരിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഈ ബാറ്റ് കട്ട് ചെയ്യുന്ന പ്രോബ്ലം മുമ്പ് എക്സാമിന് ചോദിച്ചതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണം. എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുക. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബേസിൽ നിന്ന് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ സമയപരിമിതി നിങ്ങൾക്കും നല്ല ബോധ്യം വേണം. യെസ്, റെഡിയാണല്ലോ? അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, സെൻറ്റർ ഓഫ് മാസ് ആൾവേസ് ലൈസ് ക്ലോസർ ടു ഹെവിയർ പാർട്ടിക്കിൾ. ഹെവിയർ പാർട്ടിക്കിളിൻ്റെ അടുത്തേക്ക് ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ആ പോയിൻ്റാണ് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചത്. അതിന് വേറെ രൂപത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നിങ്ങളോട് ഇവിടെ ചോദിച്ചു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മറ്റു പ്രോബ്ലത്തിലേക്ക് കിടക്കണം. മക്കളെ, ഈ പറഞ്ഞ ആശയങ്ങൾ വെച്ചിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആശയങ്ങൾ മാത്രം വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. വളരെ പോസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ്, അതാണ് എൻ്റെ സന്തോഷം കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എൻ്റെ സന്തോഷം. അത് നിങ്ങളും മനസ്സിലാക്കുക. അതിനനുസരിച്ച് മാക്സിമം ആളുകൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ. ബി പോസിറ്റീവ്. ഓക്കെ, നോക്കൂ, 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ആരും പേടിക്കേണ്ടതില്ല. നോക്കൂ, 2 ബോഡീസ് ഓഫ് മാസസ് ആരൊക്കെയാണ്? 1 kg, 1 kg, 3 kg ഹാവ് പൊസിഷൻ വെക്ടേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യെസ്, പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് സിസ്റ്റം വിൽ ബി സിമിലർ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കാണുക. അയാളെ മാഗ്നിറ്റ്യൂഡിനോട് ഈക്വലായ മാഗ്നിറ്റ്യൂഡുള്ള ഏതോ ഒരു വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്താ? പൊസിഷൻ വെക്ടർ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും പൊസിഷൻ വെക്ടർ, അപ്പോൾ നോക്കൂ, നമ്മൾ കണ്ടെത്തുന്നു RCM ഈസ് ഈക്വൽ M1 എത്ര? 1 ഇൻറ്റു ആരാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ? അതാരാ? I cap പ്ലസ് 2J cap പ്ലസ് K cap. അപ്പോൾ M1 R1 ആയി. നൗ M2 ഇൻറ്റു R2 ആരാണ്? -3I cap മൈനസ് 2J cap പ്ലസ് K cap ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 1 + 3. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ആരാളുള്ളത്? I cap പ്ലസ് 2J cap പ്ലസ് K cap.
2j cap plus k minus 9i cap minus 6j cap plus 3k cap. എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. എനിക്ക് മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പോയിന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ആൻസർ കിട്ടും നോക്ക്. എവിടെയോ ചോദിച്ചതല്ല കേട്ടോ, 2022 ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഐ ക്യാപ്പും മൈനസ് 9i ക്യാപ്പും എന്തായി? ദാറ്റ് ഈസ് മൈനസ് 8i ക്യാപ്പ്. ദെൻ ജെ ക്യാപ്പോ മൈനസ് 4j ക്യാപ്പ്. ദെൻ കെ ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇതല്ലേ കിട്ടിയത്? എനിക്ക് മിസ്സിങ് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 2i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇനി നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആർ സി എമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 6 എന്ന് കിട്ടും. ആ റൂട്ട് 6 ഇതിൽ ആരുടെയെങ്കിലും മാഗ്നിറ്റ്യൂഡ് റൂട്ട് 6 ആണ്. അത് ആൻസർ ഒരുപാട് പേര് ആൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. നോക്കൂ, നമ്മൾ ആദ്യം ഒരാളത് കണ്ടെത്താനൊന്നുമില്ല. ഇതേ 1ഉം 2ഉം 1ഉം അല്ലേ ഇതിലുള്ളത്. 2 1 1. അപ്പോൾ ഇതിനൊന്നും നോക്കാനില്ല. ആൻസർ ഏത് തന്നെയാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ഓപ്ഷൻ എയിൽ നോക്കൂ, കോയഫിഷ്യൻസ് നോക്കിയാൽ മതി. ഇവിടെ ഉള്ളതാരാ? കാരണം മൈനസിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല, സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഇവിടെ കോയഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ കോയഫിഷ്യൻറ്റ് -2 ആണ്, ഇവിടെ കോയഫിഷ്യൻറ്റ് 1 ആണ്. അതേപോലെ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? കോൺഫിഡൻ്റ് ആയില്ലേ? നോക്കാം നമുക്ക്. അടുത്തയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമിലർ, അതുപോലെ ഇതേ നമ്മൾ എന്താണോ ഇപ്പോൾ പഠിച്ചത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആരെങ്കിലും എഴുതിയിട്ട് കൂടെ എത്താത്തതുണ്ടെങ്കിൽ അവർ ടെൻഷൻ ആവേണ്ട. അവർ ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലാക്കുക. കൂടെ ചെയ്യുക അല്ലെങ്കിൽ മുന്നേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അടുത്തയിലേക്ക് പോവുക. വീഡിയോ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നോക്കാം. ഓക്കെ, JEE 2023 അതായത് ഏറ്റവും ഇമ്മീഡിയറ്റ് ലാസ്റ്റ് ഇയറിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. പക്ഷേ 22 കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണെന്ത്? സെൻറ്റർ ഓഫ് മാസ്. 3 identical spheres each of mass m are placed at the corners of a right angle triangle with mutually perpendicular sides equal to 3 meter each. ഓക്കെ, മ്യൂച്വലി, അപ്പോൾ നോക്കൂ, നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലതാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, അതിൽ ഈ സൈഡും 3 മീറ്റർ, ഈ സൈഡും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡുകൾക്ക് ലെങ്ത്ത് 3 മീറ്റർ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിൻ്റെ, അതായത് ഹൈപ്പോട്ന്യൂസ് നമുക്ക് തരേണ്ടതില്ല. അതെത്ര? 3√2 മീറ്റർ എന്ന് നമുക്കതും പറയാം. 3√2 മീറ്റർ. മനസ്സിലായല്ലോ? 3√2 മീറ്റർ. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി എന്താ കാണാൻ പറഞ്ഞത്? എല്ലാ കോർണറിലും നമ്മൾ വെക്കുന്നത് ക്യാപിറ്റൽ എം മാസ് ആണ്. ക്യാപിറ്റൽ എം മാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റമായി. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടാൽ മതി. എന്നിട്ട് എവിടുന്ന ചോദ്യം? ടേക്കിംഗ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ സൈഡ്സ് ആസ് ദ ഒറിജിൻ. അതായത് ഈ സ്ഥലം, ഇത് ഒറിജിനായിട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പോയിൻറ്റിനെ ഞാൻ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസിലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് ദ CM ഓഫ് ദ സിസ്റ്റം വിൽ ബി, ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് റൂട്ട് x മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് x കണ്ടെത്താനാണ് ചോദ്യം. യെസ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നേരെ ആർ സി എമ്മിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് വേണേൽ നമുക്ക് ഇവിടെ കൊടുക്കാം. കോർഡിനേറ്റ്സ് നോക്കൂ, ഇവിടെ കോർഡിനേറ്റ്സ് എന്താ? ഇതിൻ്റെ കോർഡിനേറ്റ് 0 0, ഇവിടുത്തെ കോർഡിനേറ്റ് 3,0, ഇവിടുത്തെ കോർഡിനേറ്റ് 0,3. ശരിയല്ലേ? യെസ്. അപ്പോൾ ആ കോർഡിനേറ്റ് വെച്ചിട്ട് ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. യെസ്, അപ്പോൾ ഞാൻ ചെയ്യാണ്. അപ്പോൾ ആർ സി എം ഇസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ഒന്നാമത്തത് M1. ഓക്കെ, അതിൻ്റെത് എന്താ? 0i ക്യാപ്പ് ഇൻറ്റു 0 എന്നല്ലേ വരിക? 0i ക്യാപ്പ് പ്ലസ് 0j ക്യാപ്പ് ആണ്, പ്ലസ് M2. കാരണം ഞാൻ ഇത് ഒറിജിനലുള്ള ആളെയാണ് ഞാൻ ആദ്യം എഴുതിയത്. ദെൻ ഞാൻ ഇയാളെ പറയാണ്. മൂന്നാമത് ഞാൻ ഇയാളുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ദെൻ M ഇൻറ്റു അടുത്തത് എന്താ? 3i ക്യാപ്പ് പ്ലസ് 0j ക്യാപ്പ് ആണ്. അടുത്തത് പ്ലസ് M ഇൻറ്റു എത്രയാണ്? 0 പ്ലസ്
ഐ ക്യാപ്പ് 0 ആണ്, 3J ക്യാപ്പ് എന്ന് നമുക്ക് കിട്ടും. 3J ക്യാപ്പ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്ര? M + M + M ദാറ്റ് ഈസ് ഈക്വൽ ടു 3M. റെഡി അല്ലേ? കഴിഞ്ഞു. അപ്പോൾ ഇനി ആരാ ഉള്ളത്? നമുക്ക് അതിൽ നോക്കൂ. അതിൽ നമുക്കുള്ളത് M കട്ട് ചെയ്തു അല്ലേ? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും M കട്ട് ചെയ്തു. ദെൻ യു വിൽ ഗെറ്റ് 3I ക്യാപ്പ് + 3J ക്യാപ്പ്. എം ഐ റൈറ്റ്? ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, അപ്പോൾ അതും കട്ട് ചെയ്തു. അപ്പോൾ I ക്യാപ്പ് + J ക്യാപ്പ് എന്ന് നിങ്ങൾക്ക് കിട്ടി. I ക്യാപ്പ് + J ക്യാപ്പ്. മാഗ്നിറ്റ്യൂഡ് അല്ലേ ചോദ്യം? മാഗ്നിറ്റ്യൂഡ് യു വിൽ ഗെറ്റ് RCMൻ്റെ മാഗ്നിറ്റ്യൂഡ്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്ക്. 1² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടി. അപ്പോൾ അതിനെയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? √x എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ √x = √2 ആണ്. ദെർഫോർ ദ ആൻസർ ഈസ് 2. x = 2 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റിയലി അപ്രീഷിയബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഞാൻ എത്ര കണ്ട് ശീലിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ വീണ്ടും കാണുമ്പോൾ ആവേശത്തോടു കൂടി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ട്രൂ ആസ്പിരൻ്റ് എപ്പോഴും അങ്ങനെ ഉണ്ടാവുക. ഒരു ട്രൂ ആസ്പിരൻ്റ് എപ്പോഴും, കാരണം ഇത് ഞാൻ കണ്ടതാണല്ലോ, അപ്പോൾ ഇത് എനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ സബ്സൈഡ് ചെയ്യരുത്, അതിനെ സൈഡിലേക്ക് മാറ്റിയൊക്കെയല്ലേ ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം? ആവേശത്തോടു കൂടി അറിയുന്നതാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ തരാൻ പോകുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ദിസ് ക്വസ്റ്റ്യൻ എവിടുന്നാണ്? ഐ ഹാവ് ടേക്കൺ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് ഓൺലി. ദ കോർഡിനേറ്റ്സ് ഒരാളുള്ളേ. The coordinates of the center of mass of a uniform L-shaped lamina of mass 3 kg is. മാസ് 3 kg ഉള്ള ഒരു ലാമിന എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ്, ഒരു യൂണിഫോം തിൻ ഷീറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കണ്ട് ശീലിച്ച ആൾക്ക് ഇത് NCERT ടെക്സ്റ്റ് ബുക്ക് സോൾഡ് എക്സാമ്പിൾ. കണ്ട് ശീലിച്ച ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഒറ്റയടിക്കാൻ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിന് 3 kg എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 3 kg. മോർ ഓവർ ഇത് നോക്കൂ, ഇതൊരു പോർഷനായിട്ട് നിങ്ങൾക്ക് ഇതിനെടുക്കാം. ഇതൊരു പോർഷനാണ്, ഇത് വേറെ പോർഷനാണ്, ഇത് വേറെ പോർഷനാണ്. അപ്പോൾ ഒരു റെഗുലർ ഷേപ്പ്ഡ് സ്ട്രക്ചറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ നോക്കൂ, ഞാൻ ഇതിന് ഒരു പാർട്ടിക്കിൾ, ഇത് അടുത്ത പാർട്ടിക്കിൾ. കാരണം ഇത്രയും ഭാഗത്തുള്ള ഈ ബോഡിയുടെ ഈ പോർഷനെ മാത്രം പരിഗണിച്ചാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലാണ്. ഈ രൂപത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ ഇതൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് മാറി. ഇയാൾക്ക് മാസ്, കാരണം ആകെ 3 kg ആണ്. അപ്പോൾ ഇത് 1 kg 1 kg 1 kg. ഓക്കെ, അപ്പോൾ 1 kg 1 kg കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആ 3 പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുക, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തുക. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കോർഡിനേറ്റ് എഴുതാൻ പോവാം. ഇത് 2 ആണ്, ഇത് 1. അപ്പോൾ ഇതെത്ര? 1.5 എന്ന് വെച്ചാൽ 3/2 ഹൈറ്റ് എത്ര ഉണ്ടാവുക? ഹൈറ്റ് ഹാഫ് 1/2 ആണത്. ഇതെത്ര ഉണ്ടാവുക? ഇത് ഹാഫ്. ഇതെത്രയാണ്? ഹാഫ് 3/2. ഇനി ഇതിൻ്റെ CM കണ്ടാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? അത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇടയ്ക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണേ, മറ്റെങ്കിൽ അവിടെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമാവും. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇയാൾക്ക് 1 kg 1 kg 1 kg ഇങ്ങനെ കൊടുത്തു. ഇനി ഈ 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടുന്ന് കണ്ടെത്തിയാൽ നമ്മുടെ പണി കഴിഞ്ഞു. യെസ്, അതിനെന്താ ചെയ്യേണ്ടത് നോക്കൂ. XCM ഉം YCM ഉം സെപ്പറേറ്റ് ആയിട്ട് കാണണം ഇവിടെ. കാരണം X കോർഡിനേറ്റും ഉണ്ട്, Y കോർഡിനേറ്റും ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഓക്കെ, കാരണം ആൻസർ നമ്മളത് അങ്ങനെ ആയതുകൊണ്ട് ഈ XCM ഈ രണ്ടും കൂടെ നോക്കൂ. R = എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് RCM = ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ HCM എടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും മാസ് 1. അപ്പോൾ 1 × ഒന്നാമത്തെ ഞാൻ ഇയാളെ എടുക്കുന്നത് 3/2 M1x1 പ്ലസ് M2h2. അപ്പോൾ ഇയാളാണ് H2 എടുക്കുന്നത്. H2 എത്ര? അഗെയിൻ ഹാഫ് പ്ലസ് 1 × അതും ഹാഫ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 3 kg ദാറ്റ് ഈസ് ഈക്വൽ ടു അതെത്ര? ഹാഫ് പ്ലസ് ഹാഫ് ഫുൾ 1 ആയി 1 പ്ലസ്
3/2 2/2 അപ്പോൾ 5/2 into 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 മീറ്റർ. എക്സ് സി എം 5/6. അപ്പോൾ ഇവിടെ ഇത് ഓക്കെയാണ്, ഇവിടെ ഇത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ബിയോ സിയോ ആണ് ആൻസർ എന്ന് മനസ്സിലായി. ഐദർ ബി ഓർ സി. ഓക്കെ, ഇനി നോക്കൂ അതിൻ്റെ അടുത്തത് വൈ സി എം. വൈ സി എം ഈസ് ഈക്വൽ ടു എഗെയിൻ 1 into ഹാഫ്, ഈ ഹാഫാണ്, പ്ലസ് 1 into എഗെയിൻ ഹാഫ്, ഈ ഹാഫ്, പ്ലസ് 1 into 3/2. ഒക്കെ വൈ കോർഡിനേറ്റ്സ് ഡിവൈഡഡ് ബൈ 3. എഗെയിൻ നോക്കൂ, ഹാഫ് പ്ലസ് ഹാഫ് ഫുള്ള് പ്ലസ് 1.5 2.5 എന്ന് പറഞ്ഞാൽ 5/2 into 1/3. Therefore again 5/6 meter. The answer is option B. Option B is the right answer. Very good, very good. Option B is the right answer. Good. യെസ്, നോക്കൂ, നമുക്ക് 2 മണിക്കൂറാണ് സമയമുള്ളത്. അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ, അരമണിക്കൂർ കഴിഞ്ഞു, ഏകദേശം അരമണിക്കൂറായി. ഓക്കെ, അപ്പോൾ വളരെ ഗൗരവത്തിൽ. ഇനി ഇത് മനസ്സിലായ ഇതേ പാറ്റേണിൽ ഞാൻ നിങ്ങൾക്ക് വേറൊന്ന് കാണിച്ചു തരാം, കാണിക്കാം. ഇത് NCERT ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഇതേ സാധനം ജെയ്ക്ക് നോക്കൂ, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ജെയ്ക്ക് ചോദിച്ച് JEE 2021 ഉണ്ട്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ യൂണിഫോം ഫ്ലാഗ് ഷേപ്പ്ഡ് ലാമിന. തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് മാസ് 4 kg. 4 ആണ് മാസ് ഉള്ളത്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെയിം ആർ ഷോൺ ഇൻ ഫിഗർ. യെസ് ഓക്കെ. അപ്പോൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. യെസ്, ഇത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സെയിം പാറ്റേൺ അല്ലേ? പക്ഷേ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെ ഒരു കഷ്ണമൊന്നും ഇവിടെ ഇല്ല. ഞാൻ നോക്കൂ, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മുറിക്കുക. നോക്കൂ, ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ, അതുപോലെ നോക്കൂ ഈ വലിയ പീസ് ഈ വലിയ പീസ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ. ഇങ്ങനെ ഞാൻ 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഓക്കെ ആണോ? ഈ 2 പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി അവ വെച്ചിട്ട് നമ്മൾ പിന്നെ തീർച്ചയായിട്ടും നോക്കൂ, ഈ ഹൈറ്റ് എത്ര? ഇത് 2 3, അപ്പോൾ ഇത് 1 ആണ്, ഇത് 0 3. അപ്പോൾ ഇതിൻ്റെ 3 മടങ്ങാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് മൊത്തം മാസ് 3ഉം ഇതിന് 1ഉം, ആകെയുള്ളത് 4 ആണ് അല്ലേ? 4 അല്ലേ പറഞ്ഞത്? യെസ്, ആകെയുള്ളത് 4. എങ്ങനെ മനസ്സിലായോ? ഈ ഹൈറ്റ് 1 ആണ്, ഈ ഹൈറ്റ് 3 ആണ്, വീതി രണ്ടാക്കും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് 1 kg ഇതിന് മൊത്തത്തിൽ 3 kgയും കൊടുക്കുക. 3 kg മനസ്സിലായോ? ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇത്ര സമയം നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കില്ല. കാരണം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നൊരു കുട്ടിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? യെസ്. അപ്പം ഞാൻ നോക്കുക, ഇത് 3 kg, ഇത് 3 kilogram, ഇത് 1 kilogram. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കൂ. ഇത് മൊത്തം 3 ആണ്, അപ്പോൾ ഇത് 3/2 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്ര? ഇത് 1 ആണ്, അപ്പോൾ ഇത് ഹാഫ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഹാഫ്, വൈ കോർഡിനേറ്റ് 3/2. ഇവിടെ എക്സ് കോർഡിനേറ്റ് 1ഉം 1.5, അപ്പോൾ 3/2. വൈ കോർഡിനേറ്റ് എത്രയാണ്? 2ഉം 1/2, അപ്പോൾ 2.5 എന്ന് പറയുമ്പോൾ 5/2. am I right? 2.5 എന്ന് പറയുമ്പോൾ 5/2. റെഡി? 5/2. കൺഫ്യൂഷൻ ഉണ്ടോ നോക്കണം. മാസ് 2 + 2 ആക്കിക്കൂടെ? തീർച്ചയായിട്ടും ആക്കാം. എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യേണ്ട. മാസ് 2 + 2 നോക്കുക, ഇങ്ങനെ പിടിച്ചാൽ. അവൻ ചോദിച്ചത് നല്ല ക്വസ്റ്റൻ ആണല്ലോ, എന്തിനാണ് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്തത്? പിന്നെ കമൻറ്റ് ഇത് 2 ആക്കി എടുക്കാം, ഇത് 2 ആക്കി എടുക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, അതൊക്കെ എഴുതുന്ന ആളുകളുടെ ചോയ്സ്. നിങ്ങൾക്ക് അതാണെങ്കിൽ അങ്ങനെ പോകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കൂ, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടെത്താം. അപ്പം ഞാൻ 3 kg ഞാൻ XCM കാണുമ്പോൾ XCM ഈസ് ഈക്വൽ ടു M1 3 × 3 എത്ര? 1/2 പ്ലസ് 1 × 3/2. മനസ്സിലായോ? ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 3/2 + 3/2, 1.5 1.5 എത്ര? 3. അപ്പോൾ 3 3/4 എന്ന് കിട്ടി. 3/4 എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ? 3/4. അപ്പോൾ 0.75 മീറ്റർ. അപ്പോൾ അങ്ങനത്തെ ആൻസർ ഇവിടെ 2 എണ്ണത്തിലുണ്ട്. ഓക്കെ, ഇനി അത് അടുത്തതും കൂടി തീരുമാനിച്ച് നമ്മൾ ആൻസർ ആയി. YCM ഈസ് ഈക്വൽ ടു എഗെയിൻ 3 × 3/2 പ്ലസ് 1 × 5/2 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എത്ര? 9/2 + 5/2 അല്ലേ? 9/2 + 5/2 എത്രയായി? അപ്പോൾ 2 നമ്മളെടുത്തു. 9 + 5 എന്ന് പറയുമ്പോൾ 14 × 1/4.
Am I right? Ready അല്ലേ? That is equal to 14 divided by 8 എന്ന് കിട്ടും. 14 divided by 8. 14 divided by 8 എന്ന് പറയുമ്പോൾ എത്ര വരും? That is equal to 7 divided by 4 ആണ്. 7 divided by 4 എന്ന് പറഞ്ഞാൽ മനസ്സിലായി. 7ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.5 ആണ്. 3.5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.25 ആണ്. 1.25 എന്ന് പറഞ്ഞാൽ 1.75 മീറ്റർ. കണ്ടാ? 1.7. അപ്പോൾ അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, 1 പോയിൻറ്റ്. അത് അത്ര കൃത്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല, കാരണം 0.75 അല്ലാന്ന് ഇത്രയും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തന്നെ നമുക്ക് ആൻസറായി. Therefore the correct answer is option B is the right answer. Option B is correct. My dear students, are you getting me? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സമയം ഒരിക്കലും മിസ്സാവരുത്. ഡിഫറൻറ്റ് മാസ് വന്നോണ്ട് സെയിം വരില്ലല്ലോ. അതെ കറക്റ്റ് അനന്തു. യെസ്, വെരി ഗുഡ്. നല്ല ചിന്തയാണ് അത് ചിന്തിച്ച്. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എല്ലാവരും ഇല്ലേ അവിടെ? നിങ്ങൾക്ക് ഓക്കെ ആണോ? അതോ ഞാൻ സർ ഇതൊക്കെ ഭയങ്കര ഇതാണ്, ഇതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേറെന്തോ ആണെങ്കിൽ നിങ്ങൾക്കത് ഡിമാൻഡ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കുന്നുണ്ട് കണ്ടിന്യൂസ്ലി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓവർ ചെയ്യും കേട്ടോ. കാരണം കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാനുള്ള അറ്റംപ്റ്റിലാണ് ഞാനുള്ളത്. യെസ്, ഞാൻ അടുത്തതിലേക്ക് പോകണം. അപ്പോൾ ഇതുവരെ ഉള്ളത് നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേരിയബിൾ മാസ് അല്ലേ, യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷനുള്ള ബോർഡിൻ്റെ CM ആണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണത് വേരിയബിൾ മാസ് ഉള്ള കേസ്. നോക്കൂ, അത്തരം സന്ദർഭം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷനാണ് ഞാൻ അങ്ങോട്ട് എടുത്തുവെച്ച്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷനാണിത്, എൻ്റെതല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ XCM ഈസ് ഈക്വൽ ടു, നിങ്ങൾ കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെത് HCM ഈസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഇൻ്റഗ്രൽ XDM. I will show you. നോക്കൂ, വേർ M ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി, ഇതിൻ്റെ X കോർഡിനേറ്റ് ഓക്കെ, അതുപോലെ YCM എന്താണിത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഉടനെ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് കാണാം. ഓക്കെ യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കൂ, ഞാൻ ഏറ്റവും റീസെൻ്റായിട്ട് എക്സാമിൽ വന്ന JEEക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. യെസ്, സീ ദ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. 2022 ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഫ്രം NDA ഓഫ് എ വൺ ഡയമെൻഷണൽ റോഡ് AB having mass density ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ നോട്ട് ഇൻറ്റു 1 മൈനസ് x²/L², കിലോഗ്രാം പെർ മീറ്റർ. യെസ്, നോ പ്രോബ്ലം. ലെങ്ത് L ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നോക്കൂ. സെൻറ്റർ ഓഫ് മാസ് എവിടുന്നാണിത്? 3L/α മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം NDA. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. NDA എന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. ദ വാല്യൂ ഓഫ് ആൽഫ എന്താണെന്നാണ് ചോദ്യം. യെസ്, അപ്പോൾ ഈ കണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഞാനത് ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഞാനൊരു ഡയഗ്രാം വരച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ പിന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ടൈപ്പിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ പിന്നെ ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, നോക്കൂ, ഞാനതിന് അത്തരം ഒരു റോഡ് ഞാനിവിടെ പരിഗണിച്ചു. അത്തരം ഒരു റോഡ്. യെസ്, സപ്പോസ് ദിസ് ഈസ് ദ റോഡ്. ഈ റോഡിൻ്റെ കാരണം ഇതിൻ്റെ ഹാവിങ് മാസ് ഡെൻസിറ്റി നോക്കൂ. മാസ് ഡെൻസിറ്റിയിൽ ഏത് ടേം ഉണ്ട്? X ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ആണ്. 1 മീറ്റർ ലെങ്ത്തിലുള്ള മാസാണ് ഈ തന്നിട്ടുള്ളത്, ഇത്രയാണ്. പക്ഷെ അത് തന്നെ A മുതൽ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ 1 മീറ്ററിലെ മാസല്ല ഇവിടുത്തെ 1 മീറ്ററിലുണ്ടാവുക, അതല്ല ഇവിടുത്തെ 1 മീറ്ററിലുണ്ടാവുക. ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ? ഒട്ടുമേ ഡിഫിക്കൽട്ടല്ല കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. എന്ത് മതി? ഇത് മതി. ഇതെന്താ സാധനം? ഇത് നമ്മൾ നേരത്തെ XCM ഈക്വൽ ടു M1x1 പ്ലസ് M2x2 അങ്ങനെ എഴുതിയില്ല. പക്ഷേ ഇവിടെ M1 M2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് മാസസ് അല്ല, കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ വേണം.
മനസ്സിലായോ? അപ്പോൾ അതേ സാധനം തന്നെയാണിത്. ഈ അടിയിലെ ടോട്ടൽ മാസ് കൊടുത്തില്ലേ, അതാണിത്. മുകളിലെന്താ M1x1, അതാണിത് കണ്ടോ. M1x1 ദാ എക്സ് ഡി എം, അതെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ M1x1 + M2x2 ആ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്തത്. അപ്പോൾ ഇത് പുതിയ എന്തോ ഇക്വേഷൻ അല്ല, നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് L ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ലെങ്ത്ത് L ആണ്. L ഈസ് ദ ടോട്ടൽ ലെങ്ത്ത്. L. ഇതിൽ ഒരു പോർഷൻ ഞാൻ ഇവിടെ എടുത്തു. ദാ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ എടുത്തു. ഈ പോർഷൻ്റെ മാസിനെ ഞാൻ DM എന്ന് മാർക്ക് ചെയ്തു. DM. ആ പോർഷൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ദാ ഈ ലെങ്ത്ത്, അതിനെ ഞാൻ DX എന്ന് മാർക്ക് ചെയ്തു. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇവിടുന്ന് ഇതാണ് AB. എയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ്, അതിനെ ഞാൻ X എന്ന് മാർക്ക് ചെയ്തു. ദിസ് ഈസ് X. ഓക്കെ, അപ്പോൾ നോക്കൂ, ഞാൻ എന്താ ചെയ്തത്, എയിൽ നിന്ന് X ഡിസ്റ്റൻസ് അകലെ ചെറിയൊരു പോർഷൻ എടുത്തു. നമ്മളെ യൂഷ്വൽ പരിപാടി തന്നെ. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് DX ആണ്, അതിൻ്റെ മാസ് DM ആണ്. അപ്പോൾ DM സ്വാഭാവികമായിട്ട് എന്താ, കാരണം യൂണിറ്റ് ലെങ്ത്തിലെ മാസാണ് ലാംഡ. അപ്പോൾ DX ലെങ്ത്തിലെ മാസം എന്താ, ലാംഡ DX. മനസ്സിലായോ? അപ്പോൾ DMൻ്റെ ഇക്വേഷൻ ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എഴുതാൻ പോവാം. DM ഈസ് ഈക്വൽ ടു ലാംഡ DX. ഒന്നുകൂടെ പറയാം, അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ഈ പോർഷൻ്റെ ലെങ്ത്താണ് DX. മനസ്സിലായോ? ഇതിൻ്റെ മാസ് ഞാൻ അസ്യൂം ചെയ്യാണ്, ലെറ്റ് ഇറ്റ് ബി DM. ആ DM എത്ര എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിലെ മാസ് എത്ര, ലാംഡയാണ്. അപ്പോൾ DX ലെങ്ത്തിലെ മാസ് എത്ര, അത് ലാംഡ DX. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ DXന് എത്ര നമുക്ക് എഴുതാം, അവിടെ നിൽക്കട്ടെ. ലാംഡനെ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ XCMൻ്റെ ഇക്വേഷനാണ്. കാരണം എലോങ് എക്സിൽ തന്നെയാണുള്ളത്. അപ്പോൾ XCM ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ XDM ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതല്ലേ നമ്മളെ ഇക്വേഷൻ അല്ലേ? നോക്കൂ, ദ ഇൻ്റഗ്രൽ XDM ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ അല്ലേ? യെസ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നോടത്ത് ശ്രദ്ധിക്കണേ, എൻ്റെ അടുത്ത് മിസ്സിങ് വരാൻ സാധ്യത ഉള്ളതാണ്. നിങ്ങൾ കെയർഫുൾ ആവണം. അപ്പോൾ ഇൻ്റഗ്രൽ XDMനെ ഇവിടെ ടോട്ടൽ മാസ് സത്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, അതൊരു സിംഗിൾ വാല്യൂ അല്ല. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് കണ്ടെത്താനും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ DM എവിടം മുതൽ എവിടം വരെ, 0 to L വരെ. കണ്ടാ, നോക്കൂ, 0 to L വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? യെസ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടെത്താൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു XDM അല്ലേ ഉള്ളത്. XDMന് മുകളിൽ നോക്കൂ, ഇൻ്റഗ്രൽ XDMൽ ഇതാ ഞാൻ എടുക്കുകയാണ്, ലാംഡ നോട്ട്, അതായത് ഇൻ്റഗ്രൽ X ഇൻറ്റു എക്സിനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുക്കുക. ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, അതായത് ലാംഡ ഇൻറ്റു എക്സ് അല്ലേ. DM പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം. എക്സ് ലാംഡ DX ഹോൾ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ DM എന്ന് പറഞ്ഞാൽ വീണ്ടും ലാംഡ DX. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ നോട്ടിനെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടു, ലാംഡ നോട്ട് പുറത്തേക്ക്. ദെൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ L² DX ഹോൾ ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ തന്നെ ലാംഡ നോട്ടിനെ ഞാൻ പുറത്തേക്ക് ഇട്ടു, ഇൻ്റഗ്രൽ ബാക്കി ആരാണ്ടാവുക 1 മൈനസ് x² ബൈ L² DX. മനസ്സിലായോ? യെസ്. ഓക്കെ, ലാംഡ നോട്ടൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തു. അതും നമ്മൾ ബാധിക്കാനേ പോകുന്നില്ല. ബാക്കി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 0 to L ആണ് നമ്മൾ ഇൻ്റഗ്രേഷനെ, 0 to L. ഓക്കെ, എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടി, x²/2 എന്ന് കിട്ടി. x²/2 അതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ L² ഡിവൈഡഡ് ബൈ 2 മൈനസ് x³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കൂ, L² 1/L² അവിടെ ഉണ്ട്. പിന്നെ x³ ആവുമ്പോൾ എന്തായി, L⁴ ഡിവൈഡഡ് ബൈ 4
ഹോൾ ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രേഷൻ നോക്കണേ, ഇൻറ്റഗ്രേഷൻ നോക്കണം. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 1, അപ്പോൾ നമുക്ക് അവിടെ L കിട്ടി, മൈനസ് L സ്ക്വയർ 1/L² ഇൻറ്റു L³ ഡിവൈഡഡ് ബൈ 3. ഓക്കെ അല്ലേ? യെസ്, അത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയല്ലോ. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പേജിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓ മൈ ഗോഡ്, ഇവിടെ ബ്ലാങ്ക് പേജ് അവൈലബിൾ അല്ല. ഓക്കെ, നോക്കാം. സെയിം സാധനം കേട്ടോ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ അതിൻ്റെ ബാക്കിക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയാണ്. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്കെന്താ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. L² ക്യാൻസൽ ചെയ്ത് മൈനസ് L² ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ആരൊക്കെ ഉള്ളത്, L മൈനസ് L/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലിനെ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, യെസ്, ഒരു L ബാക്കിയാവും. അപ്പോൾ എല്ലിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഒരു L ബാക്കിയുണ്ട്. അപ്പോൾ ഹാഫ് മൈനസ് 1/4 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉള്ളത്, L ക്യാൻസൽ ചെയ്ത് പോയി, 3 മൈനസ് 1 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് വെച്ചാൽ L ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ദാറ്റ് ഈസ് L ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3/2. ഇതന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ 3L ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 3L ബൈ ആൽഫ മീറ്റർ. യെസ്, നോക്കൂ, ദിസ് ഈസ് 3L ഡിവൈഡഡ് ബൈ ആൽഫ and which implies alpha is equal to 8 is the right answer. Congratulations, Anandu ആദ്യമായിട്ട് ആൻസർ മീൻസ് ആദ്യമേ ആൻസർ തന്നത് അനന്തുവാണ്. ശേഷം നൗറിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, വിഘ്നേഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസും ചെയ്യേണ്ട രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേഗം മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആർ യു ഓക്കെ ആണോ? ദ പ്രീവിയസ് പേജിൽ നമ്മൾ ചെയ്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, റെഡി. അടുത്തയിലേക്ക് പോട്ടെ ഞാൻ. ലെറ്റ് മീ മൂവ് അഹെഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കൂ, ഇതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത ഒരുപാട് ശീലം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരേ ക്വസ്റ്റ്യൻ ഒരേ വാല്യൂസ് വെച്ചിട്ട് ഇത് 2021 2019 ചോദിച്ചു, ശേഷം 21 ചോദിച്ചു. അതുപോലെ ഈ ക്വസ്റ്റ്യൻ എന്നല്ല, അത് എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള രണ്ടെണ്ണം പറഞ്ഞത്. ഇതാകെ 2 തവണ ചോദിച്ചെന്നിരിക്കുക, സിമിലർ ടൈപ്പ് പലതവണ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. നോക്കിയാൽ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് A/2 is cut out of a circular disc of radius A. എന്ന് വെച്ചാൽ ഈ റേഡിയസ് ആണ് ഇവിടെ A/2 പറഞ്ഞത്. ഇത് ഇതിൻ്റെ സെൻറ്ററാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇത് A ആണ്. അപ്പോൾ ഈ ഡിസ്കിൽ നിന്ന് ഇങ്ങനൊരു പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കിയുള്ളതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ത് എന്നാണ് നമ്മളോട് ചോദ്യം. ബാക്കിയുള്ളതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ത്? 1 സെക്കൻഡ്. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പോൾ ഇതിനെ നോക്കുക. മാത്രമല്ല വേറെ വലിയൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയോ? ദ സെൻട്രോയിഡ് ഓഫ് ദ റിമൈനിങ് സർക്കുലർ പോർഷൻ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O വിൽ ബി. അതായത് ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ഇത് ഒറിജിനാക്കി എടുക്കാൻ വേണ്ടി ക്വസ്റ്റനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത്തരം ക്വസ്റ്റനൊക്കെ ഇവിടെ ഒറിജിനാക്കി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഈ ക്വസ്റ്റനിൽ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഒറിജിനാക്കി എടുക്കാനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സസൈസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഒരു 6/3 കട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷെ അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതേ പ്രോസസ്സ് തന്നെ. സെൻറ്റർ ഓഫ് മാസ് അല്ല, എക്സസൈസിൽ ക്വസ്റ്റ്യൻ നമ്പർ 16 എന്തോ ആണ്, എൻ്റെ ഓർമ്മയിലില്ല ഇപ്പോൾ.
പിന്നെ ഫൈൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സർക്കുലർ ഡിസ്ക് എന്ന് സർട്ടൺ പോർഷൻ റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ -r/6 അങ്ങനെ എന്തോ ഒരു ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്തായാലും. ഓക്കെ വാ. അപ്പോൾ പക്ഷേ ഇവിടെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എബൌട്ട് ദിസ് പോയിൻ്റാണ് കാണാൻ പറഞ്ഞത്. നോക്കി, ഇതിനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളിപ്പോൾ ഇക്വേഷനൊക്കെ ബൈ ഹാർട്ട് ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയും പോർഷൻ ഇവിടുന്ന് ഒഴിവാക്കിയതല്ലേ. അപ്പോൾ ഇയാൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും നിങ്ങൾ. ഇയാളെ നമ്മൾ ആദ്യം ഇതൊരു പോർഷൻ മാസിനെ വേറെ കൊണ്ടുവച്ചതെന്ന് വിചാരിക്കുക. അതായത് ഇത്രയും പോർഷൻ റിമൂവ് ചെയ്തതല്ലേ, ഈ മൊത്തം മാസ് എം. ഓക്കെ, ഇത് സം നെഗറ്റീവ് മാസാന്ന് വിചാരിക്കുക. കാരണം അയാൾ ആദ്യമേ ഇവിടെയൊക്കെ മാസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഈ നെഗറ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ ആശയം ഇല്ല കേട്ടോ. മാസ് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഇറ്റ്സ് എ പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി. ഞാൻ ഈ കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അയാൾ ഇവിടെ വെക്കുമ്പോഴാണ് ഇവിടെ ഒന്നും ഇല്ലാതാണ്. ഇവിടെ ഓൾറെഡി ഈ സംഭവം ഫുള്ളുണ്ട്. ഈ നെഗറ്റീവ് സാധനം ഇവിടെ വെക്കുമ്പോൾ ഇവിടെ 0 ആയി മാറി. ഇത്രയും പോർഷനിൽ ഇനി ആരുമില്ല. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള സൗകര്യം എന്താണെന്നറിയോ? സൗകര്യം ഞാൻ പറയാം. സൗകര്യം നമുക്ക് ആദ്യം ഇതിൻ്റെ യൂണിഫോം മാസ് ഡെൻസിറ്റി ഞാൻ പറയുന്നു. ലെറ്റ് റോ ബി ദ മാസ് പെർ യൂണിറ്റ് ഏരിയ. ടോട്ടൽ മാസ് എം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ πa². മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഇപ്പം ഞാൻ ഈ കണ്ട്. മാസ് പെർ യൂണിറ്റ് ഏരിയ. ഇനി നോക്കൂ, ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് ഫുൾ മാസ് എം. അങ്ങനെയാണെങ്കിൽ ഇയാളെ മാസിനെ ഞാൻ നോക്കൂ, കാരണം അതൊരു നെഗറ്റീവ് സാധനം അവിടെ വെച്ചപ്പോഴാണ് 0 ആയത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കുന്നത്. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിലും പ്രശ്നമില്ല, ഐ വിൽ ഷോ യു. അതിൻ്റെ മാസ് എത്രയായിരിക്കും? അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് πa² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എം ബൈ πa². ഇത് മനസ്സിലായോ? ഈ ഏരിയ ഇൻറ്റു മാസ് പെർ യൂണിറ്റ് ഏരിയ മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതെന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു -πa² കട്ട് ചെയ്തു, ഇത് m/4 എന്ന് കിട്ടി. ഇനി നമ്മുടെ നേരത്തെ അതേ ഇക്വേഷൻ മതി. അതേതാ ഞാൻ പറയും നോക്കൂ. എലോങ് x ആക്സിസിലാണല്ലോ ഇതുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം നോക്കൂ, xcm ഈസ് ഈക്വൽ ടു ഒറിജിനിൽ നിന്നാണ് എടുക്കേണ്ടത്. നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ബോഡിയാണ് ഫുൾ ബോഡി എം. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ? അതിൻ്റെ സെൻറ്ററിൽ. അങ്ങോട്ട് ഒറിജിനിലുള്ള ദൂരം എത്ര? എ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മാസ് ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ് എത്ര? എ. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ മാസ് -m/4 കണ്ടോ? അപ്പോൾ -m/4 ഇൻറ്റു അങ്ങോട്ടേക്ക് ഇവിടുന്നുള്ള ദൂരം അതെത്ര? ഇതുവരെ എ ഉണ്ട്, പിന്നെ ഒരു a/2 ഉണ്ട്. അപ്പോൾ എത്ര? 1.5a എന്ന് പറഞ്ഞാൽ 3/2a ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്ര? m - m/4 കഴിഞ്ഞു. നോക്കൂ, എം ഫുള്ളായിട്ട് പുറത്തെടുക്കുക, കട്ട് ചെയ്യുക, എം പോയി. ബാക്കി മുകളിൽ ആരാളുള്ളത്? a മൈനസ് 3/8a ഡിവൈഡഡ് ബൈ എം പോയി 1 മൈനസ് 1/4. 1 കാല് പോയാൽ എത്ര? 3/4. അപ്പം 3/4. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 3 അപ്പോൾ 5/8. 5/8 ഇൻറ്റു 4/3a that is equal to 20 divided by how much it is? 20 divided by 24. 10/12. എവിടെയോ തെറ്റില്ലോ? എനിക്ക് തെറ്റിയണോ? നോക്കാം. ഇല്ല. 10 divided by 12a എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6a. അങ്ങനെ ഉണ്ടോ? യെസ്, 5/6a is the option C is the right answer. Yes, you said it. അപ്പോൾ ഇതിനെ സാധാരണഗതിയിൽ ഇങ്ങനെ പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള നിലക്ക് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ ഇക്വേഷന്? m1 r1 മൈനസ് m2 r2 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2 എന്നൊക്കെ. അപ്പോൾ അതിന് ആ ഒരു പുതിയ ഇക്വേഷൻ ഇല്ലാതെ പഴയ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞത് മാത്രം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. യെസ്. അടുത്തതിലേക്ക് പോട്ടെ. നിങ്ങൾ ഓക്കെ അല്ലേ? എടാ ഓക്കെ അല്ലേ? നിങ്ങളെ ഭാഗത്തു നിന്നൊരു മോട്ടിവേഷൻ ഇല്ലല്ലോ എനിക്ക്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
യെസ്. അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് നീങ്ങാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ആ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് വൺ. ഓക്കെ ഫൈൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഞാനിത് നിങ്ങൾ പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ മുമ്പ് കൊണ്ടുവരില്ല. പകരം ഈ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ ഇത് ബെസ്റ്റാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് കിട്ടാൻ ഇത് ബെസ്റ്റാണ്. നോക്കൂ, ഇതൊരു ടി ഷേപ്പ്ഡ് ഒബ്ജക്റ്റ് വിത്ത് ഡയമെൻഷൻസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ ഇത് L ലെങ്ത്ത്, ഇത് 2L ലെങ്ത്താണ് ടി പോർഷന്. യെസ്, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മോട്ടിവേഷൻ. ഓക്കെ, എ ഫോഴ്സ് F ഈസ് അപ്ലൈഡ് അറ്റ് ദ പോയിന്റ് P പാരലൽ ടു AB. എ ബിക്ക് പാരലായിട്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. യെസ്, എന്നിട്ടോ സച്ച് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഹാസ് ഓൺലി ദ ട്രാൻസ്ലേഷണൽ മോഷൻ വിത്തൗട്ട് റൊട്ടേഷൻ. ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ആ ഫോഴ്സ് കൊടുത്തപ്പോൾ പിന്നെ ഈ ബോഡിയിൽ എന്തില്ല? ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ, റൊട്ടേഷൻ ഇല്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ പേന ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കുക. ഇതിനെ പോയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഇതൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊണ്ട് അപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങോട്ട് നീങ്ങും. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ താഴോട്ട് വീഴൂലേ? ഇതിങ്ങനെ വീഴും അല്ലേ? ഇങ്ങനെ പോകും. വീഴുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? വീഴുക, ഫാളിങ് എന്ന് പറഞ്ഞാൽ ഫാളിങ് ഈസ് ദ പാർട്ട് ഓഫ് റൊട്ടേഷൻ. അത് റൊട്ടേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഫോഴ്സ് കൊടുത്താൽ അവിടെ റൊട്ടേഷനും ഉണ്ടാവും, ട്രാൻസ്ലേഷനും ഉണ്ടാവും. എന്നാൽ ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് നോക്കിയിട്ടാണ് നമ്മൾ അടിച്ചതെങ്കിൽ, വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് മാസിലാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഈ ബോഡി നോക്കൂ, റൊട്ടേഷൻ ഇല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്യും. അവിടെ ട്രാൻസ്ലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, റൊട്ടേഷൻ ഉണ്ടാവില്ല. You cannot expect any rotation there, only translation. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിന് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കാണാൻ ഭയങ്കര എളുപ്പമാണിത്. കാരണം നോക്കൂ, ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ, അതിൻ്റെ സെൻറ്ററോടെ ഇവിടെ. ഓക്കെ, ഇതിൻ്റെ താഴേക്കുള്ള ഇതിൻ്റെ സെൻറ്ററോടെ സംവർ ഓവർ ഹിയർ മീൻസ് അതിൻ്റെ സെൻറ്റർ എവിടെ ഒന്നും നമുക്കറിയില്ല. പി എന്നുള്ളത് ജസ്റ്റ് ഒരു സ്ഥലം പറഞ്ഞത്, കറക്റ്റ് ഇവിടെ നിന്ന് കണ്ടെത്തലാണല്ലോ നമ്മുടെ പണി. ഓക്കെ, മാത്രമല്ല ഇത് L ആണ്, ഇത് 2L. അപ്പോൾ ഇയാളെ മാസ് M എടുക്കുകയാണ്, ഇയാളെ മാസ് 2M എടുക്കണം. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, ഞാൻ ഇതിൻ്റെ മാസ് 2M എടുത്തു, ഇത് 2M. ഇതിൻ്റെ മാസ് ഞാൻ M കൺസിഡർ ചെയ്തു. കഴിഞ്ഞില്ല, ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതണം. ഇതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കൂ, കോർഡിനേറ്റ്സ് ഇവിടുത്തെ കോർഡിനേറ്റ് ഞാൻ പറയാണ്. ഞാൻ സിന്ന് അടിയെന്നാട്ട് C ആണ്, വിത്ത് റെസ്പെക്ട് ടു C ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ സിന്ന് എടുക്കുമ്പോൾ ഇതെത്ര? ഇതിൻ്റെ കോർഡിനേറ്റ് 0, പിന്നെ വൈയിലാണ് രണ്ടുള്ളത്. അപ്പോൾ വൈ കോർഡിനേറ്റ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സി ദിസ്. ഓക്കെ, നോക്കൂ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്, പിന്നെ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 2L ആണ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല, ഒറ്റയടിക്ക് ആൻസറായി, ഫിനിഷ്ഡ്. എന്താ ആൻസർ? ഇതാ നോക്കൂ, ഞാൻ ചെയ്യാണ് വൈ ഡിറക്ഷനിലാണ്. അപ്പോൾ YCM എന്ന് കൊടുക്കുകയാണ്. YCM ഈസ് ഈക്വൽ ടു ഒന്നാമത്തതിൻ്റെ മാസ് 2M, അതിൻ്റെ കോർഡിനേറ്റ് L, പ്ലസ് രണ്ടാമത്തതിൻ്റെ മാസ് M, അതിൻ്റെ കോർഡിനേറ്റ് 2L. കാരണം അതിൻ്റെ കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ മാസ് ഉള്ളത് വിത്ത് റെസ്പെക്ട് ടു C, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അതായി 2L. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്ര? M പ്ലസ് M 2M, അപ്പോൾ 3M. നോക്കൂ, ഇവിടെ M കട്ട്, ബാക്കി എത്ര ഉള്ളത്? 2L പ്ലസ് 4L. ഓഹോ, ഫിനിഷ്ഡ്. ഓപ്ഷൻ D is the right answer. Good. Yes, you did it. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ് മക്കളെ. അപ്പോൾ ഇനി ഞാൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയിലേക്ക് കിടക്കുകയാണ്. ഓ മൈ ഗോഡ്, നമ്മുടെ 1 മണിക്കൂർ കഴിയാറായിട്ടോ. 1 മണിക്കൂർ കഴിയാറായി. എടാ, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇനിയും അടിപൊളി ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 2M ആണെന്ന് എങ്ങനെ മനസ്സിലായി? 2M ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എടുത്തു മോനോ ആദി, ആരായാലും നോക്കൂ, 2M നോക്കി, ഇത് L ലെങ്ത്തുള്ള സാധനത്തിന് ഞാൻ M മാസമായിട്ട് ഞാൻ അസ്യൂം ചെയ്ത്.
അതിൻ്റെ മാസ് ചെയ്യാം. അങ്ങനെയാണ്. അതേപോലെയുള്ള ഇതിൻ്റെ നീളം 2L ആണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഇല്ലേ? അപ്പോൾ 2M എടുത്ത്. ഇനി ഇതിനെ നിനക്ക് 2M എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന് എത്ര എടുക്കണം? അപ്പോൾ ഇതിനെ 4M എടുക്കണം. എന്തായാലും അത് നമ്മളെ ബാധിക്കില്ല, കാരണം അതൊക്കെ കട്ട് ചെയ്ത് പോകും. സർ, പക്ഷേ അവിടെ ഡിസ്റ്റൻസിൽ ആണെന്ന് പറയുന്നില്ലല്ലോ, അപ്പോൾ അത് സെൻറ്റർ എങ്ങനെ എടുത്തു? സർ, പക്ഷേ അവിടെ ഡിസ്റ്റൻസിൽ, ഈ മംഗ്ലീഷ് പിന്നെ എനിക്ക് ഭയങ്കര പ്രയാസം മനസ്സിലാക്കാൻ. ഡിസ്റ്റൻസിൽ ആണെന്ന് പറയുന്നില്ലല്ലോ. എന്താണ് ഡിസ്റ്റൻസിലാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ജോയൽ, എനിക്ക് ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി എന്താ ചോദിച്ചത്? സെൻറ്റർ ഓഫ് മാസ് ഡിസ്റ്റൻസ് എങ്ങനെ? ഓ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ എടുത്തുന്നോ? ഈ ഫൈൻഡ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഇനി പറയട്ടെ. പലപ്പോഴും സെൻറ്റർ ഓഫ് മാസ് എവിടെ? സെൻറ്റർ ഓഫ് മാസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടില്ല, അതെങ്ങനെ എടുത്തെന്നാണോ? ഗുഡ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചത് എവിടെ? സെൻറ്റർ ഓഫ് മാസിൽ. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഡിസ്റ്റൻസ് L ആണ് സാർ അത് ഡിസ്റ്റൻസ് L ആണ് എന്നാ? ഓ മൈ ഗോഡ്, L ആണ് സാർ അത്. L ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതാണോ? ഓക്കെ, എനിക്ക് മനസ്സിലാവണമെന്നില്ല എന്താണ്. സാരമില്ല, ഒന്നുകൂടെ ഏതായാലും ഞാൻ പറയാം. അതായത് ഇത് 2L ലെങ്ത് ആണ് ഈ പോർഷൻ എന്നും ഇത് L ലെങ്ത് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ സീനെ ഒറിജിനാക്കി എടുത്താൽ ഈ P എവിടെയാണ് എന്നാണ് നമ്മളോട് ചോദ്യം. ഒരു കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തു, ഓഫ് മാസ് ആണെന്ന് മനസ്സിലായി. അത് അറ്റ് ഡിസ്റ്റൻസ് L ഫ്രം C ആണ് എന്ന് എങ്ങനെ മനസ്സിലായി? എടാ, ഇത് മൊത്തം ഇതിൻ്റെ നീളം എത്ര? 2L. ഒരു റെഗുലർ ഷേപ്പുള്ള ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഈ T എന്ന ഷേപ്പിൻ്റെ താഴെ ഭാഗം, ഈ ഭാഗമില്ലേ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഇത് മൊത്തം നീളം 2L ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്കുള്ള നീളം L അല്ലേ? എടാ, അതുപോലെ നോക്കൂ, ഇതിൻ്റെ മൊത്തം ലെങ്ത് L. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. പക്ഷേ ഇതിന് ഇവിടുത്തെ ലെങ്ത് അല്ല എടുക്കേണ്ടത്, സിയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, അത് 2L. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് നീങ്ങാം. മനസ്സിലായി ജോയലിന്? അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അടുത്ത് നോക്കും, മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് റൊട്ടേഷൻ മോഷൻ. നല്ലോണം ശ്രദ്ധിക്കേണ്ട പോർഷൻ കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കേണ്ട പോർഷനാണ്. യെസ്, 23-ലൊക്കെ ഈ ഭാഗത്തുനിന്ന് 23-ൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് സത്യത്തിൽ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ജോയിൽ ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും. ആദ്യം പറയട്ടെ, മൂമെൻറ്റ് ഓഫ് ഇനേഷ്യനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയും? യെസ്, മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. അവിടെ മാസ് ട്രാൻസ്ലേഷണൽ മോഷനിൽ നമ്മൾ മാസ് പറയും, റൊട്ടേഷൻ ആകുമ്പോൾ അതിനും പകരം മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പോയിൻ്റാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു ബോഡിക്ക് മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി നമ്മളോട് പറയണം, അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്, അതിൻ്റെ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ എത്ര എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ഫിയർ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള അസംഷനിലാണ് ആ ചോദ്യം. റൊട്ടേറ്റ് ചെയ്യാത്ത ബോഡിയുടെ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരു ബോഡിയുടെ മാസ് നിങ്ങൾക്ക് പറയാം, അതിന് റൊട്ടേഷൻ വേണ്ട, ട്രാൻസ്ലേഷൻ വേണ്ട, റെസ്റ്റിലാണെങ്കിലും ഒക്കെ മാസ് ഉണ്ട്. എന്നാൽ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ അങ്ങനെയല്ല, റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലേ മൂമെൻറ്റ് ഓഫ് ഇനേഷ്യ ഉള്ളൂ. നോക്കൂ, ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണ്, ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു M മാസുള്ള ഒരു പാർട്ടിക്കിൾ, ഒരു ഒബ്ജക്റ്റ് എന്ന് പോലുമല്ല, പാർട്ടിക്കിൾ, മൈന്യൂട്ട് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിലേക്ക് ഈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങുക, ലൈക്ക് ദിസ്. ഓക്കെ,
ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ എം പാർട്ടിക്കിൾ നോക്കൂ, ഇങ്ങനെ ഇതിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നാണ് ബാക്കി മുഴുവൻ ഉണ്ടാവുന്നത് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ഈ ബോഡി പാർട്ടിക്കിളിൻ്റെ മാസ് സ്മോൾ എം, അതിൻ്റെ പെർപെൻഡിക്കുലർ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ എം മാസുള്ള ഒരു പോയിൻ്റ് പാർട്ടിക്കിൾ എബൌട്ട് ആൻ ആക്സിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് ആണ് എം ആർ സ്ക്വയർ. ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ബേസിക് ഇക്വേഷൻ. ഇതിമെന്നാണ് ബാക്കി സകല സാധനം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇതേ സ്ഥലത്ത് നോക്കുക, ഇങ്ങനെ ഒരു ബോഡി ഇതിങ്ങനെ ഒരു ബോഡി, ആ ബോഡി ഇതിനെ ചുറ്റും കറങ്ങുക. ഈ ബോഡി നോക്കുക, ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ലൈക്ക് ദിസ്. മനസ്സിലായോ? അപ്പോൾ ആ ബോഡി ഇങ്ങനെ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് ലൈക്ക് ദിസ് ഇങ്ങനെ കറങ്ങുക. അപ്പോൾ നോക്കൂ, നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞത് ഇതിൽ ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഡിസ്റ്റൻസ് എടുക്കണം, ഓരോ പാർട്ടിക്കിളിൻ്റെയും. അപ്പോൾ ഓരോ പാർട്ടിക്കിളും വ്യത്യസ്ത ഡിസ്റ്റൻസിലാണ്, R1, R2, R3, R4. മനസ്സിലാവുണ്ടോ? അങ്ങനെ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ? ഇപ്പോൾ എല്ലാം ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് M4 R4 സ്ക്വയർ, അങ്ങനെ മൊത്തത്തിൽ ആഡ് ചെയ്താലാണ് നമുക്ക് ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടുക. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആയോടാ? എടാ കിട്ടിയോ? വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ കാര്യം, വെരി വെരി സിമ്പിൾ കാര്യമാണ് പറയുന്നത്. ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ നമ്മൾ പഠിക്കുക. ഇതാണ് ബേസിക്, ഇതാണ് ബാക്കി മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിളിന് പകരം ഒരു ബോഡി ആണെങ്കിലോ, ആ ബോഡിയിൽ നോക്കൂ ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓരോ പാർട്ടിക്കിളും വ്യത്യസ്ത ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? M1 R1 സ്ക്വയർ അല്ലെങ്കിൽ R1 സ്ക്വയർ, MR2 സ്ക്വയർ, MR3 സ്ക്വയർ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എൻറ്റയർ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് കിട്ടുന്നത്. റെഡിയല്ലേടാ? റെഡിയല്ലേ? ഓക്കെ, ഫൈൻ. ഇനി അങ്ങനെയാണ് നമ്മൾ റിങ്ങിൻ്റെത്, ഡിസ്കിൻ്റെത്, സ്ഫിയറിൻ്റെത്, സിലിണ്ടറിൻ്റെത്, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഫൈനൽ ആൻസറാണ് നമ്മൾ പഠിക്കുന്നത് മാത്രം. അതിൻ്റെ പിന്നിലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നോക്കൂ, എന്താണ് സത്യത്തിൽ സാധനം? അപ്പം ഞാൻ പറഞ്ഞു മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേഷ്യ, ലോസ് ഓഫ് മോഷൻ. Mass is a measure of inertia. Similarly, moment of inertia is a measure of rotational inertia. Moment of inertia is a measure of rotational inertia. എന്താണ് പറഞ്ഞതിൻ്റെ മീനിങ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മക്കളെ നല്ല ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് പ്ലീസ് കുറഞ്ഞ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ പഠിക്കാനൊരു സുഖമായിരിക്കും. നോക്കും, ഇവിടെ ഒരു റിങ് ഉണ്ട്, റിങ് എം മാസുള്ള റിങ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു എം മാസുള്ള അതേ റേഡിയസ് ഉള്ള അതേ മാസുള്ള ഒരു ഡിസ്ക് ഉണ്ട്. ഒന്ന് റിങ് ആണ്, ഒന്ന് ഡിസ്ക്കാണ്. രണ്ടും ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സിൽമലാണെന്ന് വിചാരിക്കുക. റിങ്ങിന് എനിക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഡിസ്കിന് റൊട്ടേറ്റ് ചെയ്യുക. രണ്ടിനും ഒരേ മാസ്, ഒരേ റേഡിയസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആരെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത്? കൂടുതൽ എഫേർട്ട് കൊടുക്കാറിനാൽ കൂടുതൽ ടോർക്ക് കൊടുക്കുക. റൊട്ടേഷനാണ്, ടോർക്കാണ്. ആരെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടത്? വേം പറ. മാസ് സെയിം, റേഡിയസ് സെയിം. ഒന്ന് റിങ്, ഒന്ന് ഡിസ്ക്. ഞാൻ ഫ്രീ ആയിട്ട് രണ്ടാളെയും റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരേ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആരെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടത്? കമോൺ, ആരാണ്? അതാ അതിൻ്റെ ആൻസറാണിപ്പോൾ ഇത്. വേഗാവട്ടെ. ഡിസ്ക്, റിങ്, ഡിസ്ക്. ക്യാപ്റ്റൻ ഫൺ. ഓഹ് നൈസാം. ഡിസ്ക്, റിങ്. വളരെ ആപ്പിൽ ക്ലാസ് കാണുന്നവരൊക്കെ ഇവിടെ
നിങ്ങളുടെ ആൻസറും എനിക്ക് കാണണം, നിങ്ങളെയും ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആരാണ് റിങ്, ഡിസ്ക്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ പ്രശ്നം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നമുക്കപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ല. ഓക്കെ, മാസ് കൂടിയാൾക്ക് ഇനേഷ്യ കൂടുമെന്ന് പറഞ്ഞാൽ എന്താ? മാസ് കൂടിയാൾ ഏതവസ്ഥയിലാണോ ഉള്ളത്, നല്ലോണം ശ്രദ്ധിക്കും മക്കളെ. മാസ് കൂടിയാൾക്ക് ഇനേഷ്യ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ, മാസ് കൂടിയാൾക്ക് ഇനേഷ്യ കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? മാസ് കൂടിയ ആളെ അല്ലെങ്കിൽ ആ വസ്തുവിനെ, ആ വസ്തു ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, റെസ്റ്റിലാണോ ഇല്ല യൂണിഫോം മോഷനിലാണോ, ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ മാസ് കൂടിയ ഒരു ആന, എക്സാമ്പിൾ, ആനയും ഒരാടും, ഗോട്ട്, ആനയും ഒരാടും രണ്ടാളും റെസ്റ്റിൽ നിൽക്കുക. ഓലെ എഴുന്നേൽപ്പിക്കണം നമുക്ക്, ഉന്തി നമ്മൾ, ഓൽക്ക് എഴുന്നേൽക്കാൻ താല്പര്യമില്ല. ആരെ എഴുന്നേൽപ്പിക്കാനാണ് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട? ആനനെ. കാരണം എന്താ? മാസ് കൂടുതലാണ്, അതിന് ഇനേഷ്യ കൂടുതലാണ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അതുപോലെ റൊട്ടേഷണൽ ഇനേഷ്യ ആണെന്ത്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു റെസ്റ്റിലുള്ള ഒരു ബോഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ, ആരെ റൊട്ടേറ്റ് ചെയ്യിക്കാനാണോ നമ്മൾ കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടത്, അയാൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആർക്കാണ് കൂടുതൽ? റിങ്ങിനോ ഡിസ്കിനോ? നിങ്ങൾക്കറിയില്ല? അത് അറിയില്ലേ? ഒരു റിങ് നോക്കുക, ഇങ്ങനെയാണ് റിങ് അല്ലേ ആണെങ്കിൽ അതിൻ്റെ എബൌട്ട് ദിസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ? mr² നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സാധനം ഡിസ്ക് ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്ര? അതിലൂടെ mr²/2. അപ്പോൾ റിങ്ങിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. മനസ്സിലാവുണ്ടോ? റിങ്ങിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എക്സാമ്പിൾ കൂടി ഞാൻ ഇപ്പോൾ പറയും. റിങ്ങിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്, ഡിസ്കിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതിൻ്റെ പകുതിയുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം റിങ്ങിനെ സെയിം മാസ് സെയിം റേഡിയസ്, കണ്ടോ? സെയിം മാസ് സെയിം റേഡിയസ്. അപ്പോൾ റിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? എന്നാൽ റൊട്ടേഷൻ തുടങ്ങി, രണ്ടാളും നമ്മൾ ഒരേ സ്പീഡിൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണിരിക്കുക. രണ്ടും ഒരേ സ്പീഡിൽ റിങ്ങും ഡിസ്കും റൊട്ടേറ്റ് ചെയ്യാം, സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. നമ്മൾ സ്വിച്ച് ഓഫാക്കിയാൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്പീഡ് കുറയില്ല റൊട്ടേഷൻ്റെ. ഒരാൾ ആദ്യം നിൽക്കും, പറ ആദ്യം ആരാ നിൽക്കുക? പറ, ആരാ പറയാ? ആലോചിച്ചിട്ട് പറയും. നോക്കൂ, മോട്ടർ വെച്ചിട്ട് നമ്മൾ രണ്ടിനെയും കറക്കി, കുറച്ച് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ അപ്പം തന്നെ നിൽക്കില്ലല്ലോ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിൽക്കുക. ഒരാൾ ആദ്യം നിൽക്കും, ഒരാൾ പിന്നെ നിൽക്കുക, ലേറ്റർ. ഫസ്റ്റ് ആരാണ് സ്റ്റോപ്പ് ആവുക? ഫസ്റ്റ് ആര് സ്റ്റോപ്പ് ആവും? ഫസ്റ്റ് സ്റ്റോപ്പ് ആവുന്നതേ വേമ്പറ. എടാ, എന്താണ് ഇനേഷ്യ? ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി അല്ലേ? ഓക്കെ, ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരവസ്ഥ എന്താ? റൊട്ടേറ്റിംഗ് അവസ്ഥ. അപ്പോൾ ഇനേഷ്യ കൂടിയ ആൾക്ക് എന്താ ചെയ്യുക? അതേ അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസിയെ കാണിക്കുക. ഇനേഷ്യ ആർക്കാ കൂടുതൽ? റിങ്ങിന്. അപ്പോൾ റിങ് അതേ അവസ്ഥയിൽ തുടരാൻ കൂടുതൽ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ ആദ്യം നിൽക്കലാരാ? ഡിസ്ക്. ആദ്യം ഡിസ്ക് സ്റ്റോപ്പ് ആവും, റിങ് അല്ല. റിങ്ങിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ അത് നേരത്തെ റിങ് ആണ് എഫേർട്ട് എടുക്കേണ്ടി വന്നത്, റിങ്ങുമില്ല എഫേർട്ട്. പക്ഷെ റിങ് തിരിയാൻ തുടങ്ങിയാലോ അപ്പോൾ അതിൻ്റെ അവസ്ഥ തിരിഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അതിൽ തന്നെ തുടരാനാണ് അതിൻ്റെ ടെൻഡൻസി ഉണ്ടാവുക. ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ സൈക്കിളില്ലേ, സൈക്കിള് പൊന്നു മക്കളെല്ലാവരും ശ്രദ്ധിക്കൂ, സൈക്കിള് നമ്മുടെ ബൈസിക്കിൾ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ ബൈസിക്കിളിൻ്റെ വീൽ എങ്ങനെ ഉണ്ടാകുക? യെസ്, ഈ സൈക്കിൾ നിങ്ങൾ കണ്ടിടണോ ഇങ്ങനെയുള്ള വീല്? ഇത് ഡിസ്ക് ടൈപ്പ്. ഇത് കണ്ടിടണോ? ഇതെവിടെ എങ്ങനെ ഉണ്ടാവില്ല? ഇങ്ങനെ സൈക്കിളിന് ഡിസ്ക് ടൈപ്പ് വീല് എവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചണോ? അത് എവിടെയെങ്കിലും കണ്ടണത്? അങ്ങനെ കണ്ടണോ? എവിടെ ഉണ്ടാവുക? ലണ്ടനിലാ? എവിടെ ഉണ്ടാവുക? ഇതുണ്ടാവല് നിങ്ങളുടെ ആൻസർ എന്താ പറ്റത്?
നമ്മുടെ സൈക്കിൾ വീൽ ഇങ്ങനെയല്ല. നമ്മുടെ സൈക്കിൾ വീൽ എങ്ങനെ? നമ്മുടെ സൈക്കിൾ വീല് നോക്കൂ, അത് ഇങ്ങനെ വന്നിട്ട് അതിനിങ്ങനെ ഒരുപാട് സ്പോക്സുകൾ ഉണ്ടാവുക അല്ലേ, ഈ രൂപത്തിൽ. എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായണോ? നമ്മുടെ സൈക്കിൾ വീൽ ഇങ്ങനെയാണ്, എന്നാൽ സാധാരണ സൈക്കിൾ വീൽ ഇങ്ങനെയല്ല. വൈ? ഇത് റേസിങ്ങിലാണ്. യെസ്, ഇത് റേസിങ്ങിൽ ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ സ്പോർട്സിൽ, റേസിങ്ങിൽ, അവിടുത്തെ അത്തരം സൈക്കിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഡിസ്ക് ഉണ്ടാവുക ഇങ്ങനെ. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈക്കിളിൽ നോക്കും ഇങ്ങനെ സ്പോക്സ് ഉണ്ടാവുക. എന്താ കാരണം? ഇങ്ങനെ സ്പോക്സ് ആകുന്നതോടുകൂടി മൊമെൻറ്റോ, കാരണം ഇതിൻ്റെ കൂടുതൽ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എഡ്ജിലാണ്. എഡ്ജിലാവുമ്പോഴുള്ള സുഖം എന്താ? എഡ്ജിലാവുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടും. പൊന്നുമക്കളെ നോക്കൂ, ഇപ്പോൾ ഈ ഒരു ബോഡി നോക്കൂ, ഈ ഒരു ബോഡി കുറച്ച് ടൈം എടുത്താലും നമ്മൾ ഇതാണ് മനസ്സിലാക്കി പോവുക. നോക്കൂ, നന്നാവും കേട്ടോ. ഈ ബോഡി എബൌട്ട് ദിസ് ആക്സിസ് കറങ്ങുക. അപ്പോൾ ഇത് ഏതോ ഒരു ബോഡിയാണ്. അപ്പോൾ ഈ ബോഡിയിൽ ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾസ് നോക്കൂ, ഇതിൽ ഇയാൾ ഇവിടെ ഉണ്ട്, ഇയാൾ ഇവിടെ നിന്നിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ ഉണ്ട്, ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഇതിലുണ്ട്. മനസ്സിലാവുണ്ടോ? ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് അതൊക്കെ R1, R2, R3, R4, R5, ഇങ്ങനെ R6, R7 ഇഷ്ടം പോലെ. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എല്ലാം മാർക്ക് ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഐഡൻറ്റിക്കൽ മാസ്സാണ് പാർട്ടിക്കിൾ വിചാരിക്കുക. അപ്പോൾ M1 R1 സ്ക്വയർ, M2 R2 സ്ക്വയർ, ഓക്കെ അങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ നോക്കൂ, എല്ലാവരുടെയും ഇവിടൊക്കെ ആരുമില്ല, എല്ലാം ഈ വക്കത്ത് മാത്രമാണ് പാർട്ടിക്കിൾ എങ്കിൽ എല്ലാവരുടെയും R കൂടൂലേ? അതായത് M(R) സ്ക്വയറിലെ മാസ് എല്ലാവർക്കും സെയിം, R വലുതാകുന്നതിനനുസരിച്ചല്ലടാ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുക. അപ്പോൾ എബൌട്ട് ദിസ് ആക്സിസിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ് കംപ്ലീറ്റ് ഈ വക്കത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ R എല്ലാവർക്കും കൂടി, R കൂടി. ഇവിടെ ഡിസ്ക് ആണെങ്കിലോ, ഡിസ്ക് അങ്ങനെയല്ല, അതിന് ഇവിടെ ഒക്കെ പാർട്ടിക്കിളാണ് കണ്ടോ. അപ്പോൾ അതിൽ ചെറിയ ആറും വലിയ ആറുകളും ഉണ്ട്. M1 R1 സ്ക്വയർ, M2 R2 സ്ക്വയർ, ചെറുതുണ്ടാ, ഇവിടുന്നൊക്കെ കുറഞ്ഞ ദൂരമുള്ളൂ, ഇവിടുന്ന് കൂടുതൽ ദൂരമുണ്ട്. അപ്പോൾ ചെറുതും വലുതും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നോക്കൂ, ആറിൻ്റെ വാല്യൂ കൂടുമ്പോഴല്ലേ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുക. അപ്പോൾ റിങ്ങിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടി, ഇത് റിങ് പോലെയാണ്. മനസ്സിലായോ? അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടിയുള്ള സുഖം എന്താ? നിങ്ങൾ സൈക്കിൾ ചെയ്ത് പോവുക. ഈവൺ ആഫ്റ്റർ സ്റ്റോപ്പ് പെഡലിങ്, നിങ്ങൾ പെഡലിങ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിച്ച്, പെഡലിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കാണാം വണ്ടി അങ്ങനെ ഒറ്റക്ക് അങ്ങനെ പോണ്, കണ്ടില്ലേ? കാരണം എന്താ? റിങ്, മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ. ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ പോകാനുള്ള ടെൻഡൻസി. മനസ്സിലായോ? എന്നാൽ ഡിസ്ക് ആണെങ്കിലോ, ഡിസ്കിന് മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ കുറവാണ്. അപ്പോൾ നിങ്ങൾ പെഡലിംഗ് ആണ് സ്റ്റോപ്പ് ചെയ്താൽ വണ്ടി പെട്ടെന്ന് നിൽക്കും. പെഡൽ ചെയ്താലോ, ചെയ്യുമ്പോഴോ വണ്ടി പെട്ടെന്ന് മൂവ് ചെയ്യും. എന്നാൽ നമ്മുടെ സൈക്കിള് പെഡലിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോവില്ല, അത് ചെറിയൊരു ലാഗ് കാണിക്കും. എന്നാൽ സ്പോർട്സ് മീൻസ് അത്ര ഡിസ്ക് ഉള്ളതിന് പെട്ടെന്ന് ചവിട്ടിയാൽ പെട്ടെന്ന് പോവും, ചവിട്ടൽ നിർത്തിയാൽ പെട്ടെന്ന് നിൽക്കും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? ഇത് തന്നെ നിങ്ങൾ ഫ്ലൈ വീൽ എന്ന് കേട്ടിട്ടുണ്ടോ? പറയ്, ഫ്ലൈ വീൽ എന്ന് കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? പരിചയമുണ്ടോ സാധനം? ഫ്ലൈ വീൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, ഫ്ലൈ വീൽ കേട്ടിട്ടുണ്ടോ? പറയടാ. യെസ്, ഫ്ലൈ വീല് കേട്ടിട്ടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പറയരുത്. കാരണം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കാണ്, പഴയതാണ് എൻ്റെ മനസ്സിലുള്ളത്. പഴയ ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ 165-ാമത്തെ പേജിൽ കംപ്ലീറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യൻ്റെ ടേബിളാണ്. അവിടെ ഇങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ 164 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം ആ ലാസ്റ്റ് ആ പാരഗ്രാഫിൽ കാണാം ബോൾഡായിട്ട് ഫ്ലൈ വീൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ബോൾഡായിട്ട് ഫ്ലൈ വീല്. എന്താ സംഭവം? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. കാരണം ഫ്ലൈ വീൽ എവിടെ യൂസ് ചെയ്യണേ? ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത് നമ്മൾ വാഹനങ്ങളിലാണ്, ഓട്ടോമൊബൈൽസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂട്ടാനാണത് യൂസ് ചെയ്യുന്നത്. അതെന്തിനാ ഓട്ടോമൊബൈൽസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂട്ടാൻ? നിങ്ങൾ ഫ്ലൈ വീൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, എനിക്കറിയാം കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടത് വാഹനത്തിലല്ല. വാഹനത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണൂല. ഫ്ലൈ വീൽ എന്ന് പറയുന്ന സാധനം ഞാൻ പറയാം,
നിങ്ങൾ പഴയ സ്കൂളുകളിലൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ബെല്ലടിക്കാൻ വേണ്ടി ഇപ്പോൾ പഴയ സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇരുമ്പിൻ്റെ വലിയൊരു സാധനം ഒരു റിങ്ങോ ഡിസ്കൊക്കെ പോലെ ഒരുപാട് കട്ടിങ്ങും ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല ഇങ്ങോട്ട് അതൊരു കമ്പിമ കൊളുത്തിട്ടുണ്ടാവും അതിമ ഇങ്ങനെ ബെല്ലടിക്കും. ബെല്ലടിക്കണ സാധനത്തിന് ഫ്ലൈ വീൽ എന്ന് പറയുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചില പഴയ സിനിമയിലൊക്കെ കാണില്ല അങ്ങനെ ഫ്ലൈ വീൽ. ഭയങ്കര ഹെവിയാ. ഇത് വാഹനത്തിൽ കൊടുക്കണം എന്തിനറിയോ? വാഹനത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂട്ടാൻ. എന്തിനാണ് വാഹനത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂട്ടുന്നത്? സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്ററിലാണ്ട് ചവിട്ടുമ്പോത്തിന് വണ്ടി പോകാതിരിക്കലാണ് നമ്മളെ ഉദ്ദേശം. അങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? ബ്ലോക്കിലൊക്കെ ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ആയിക്കുക. നമ്മൾ ആക്സിലേറ്ററിൽ കാലാണ് വെക്കുമ്പോത്തിന് വണ്ടിയാണ് പോയാൽ ഇത് മറ്റവൻ്റെ തലേക്കല്ലേ പോവുക. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടണം. അതുപോലെ ബ്രേക്ക് ചെയ്താൽ ബ്രേക്കാണ്ട് ചെയ്യുമ്പോത്തിന് വണ്ടി നിൽക്കരുത്. ഏതവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെ തുടരണം കുറച്ച് ദൂരം. എന്തിന്? ബ്രേക്കാണ്ട് ചെയ്ത് അവിടെ വണ്ടിയാണ് നിൽക്കുകയാണെങ്കിൽ നിൽക്കല്ല ചെയ്യുക, മറയാണ് ചെയ്യുക. മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഫ്ലൈ വീൽ നിങ്ങളെ ഈ കാര്യമൊക്കെ എവിടെ ഉള്ളതല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. ഓക്കെ, പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ പറഞ്ഞ് പുതിയതിൻ്റെ എനിക്ക് ധാരണ ഇല്ല, ഞാൻ കണ്ടിട്ടില്ലത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത് മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യനെ കുറിച്ചാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെ? മാസ് ഓഫ് ദ ബോഡി. മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ അറിയോ? ഒരേ ബോഡിയിലുള്ള എല്ലാവർക്കും ഒരേ മാസാണെന്നല്ല. അപ്പം റിങ്ങിൻ്റെ തന്നെ എം മാസുള്ള റിങ്ങിൻ്റെയും 2m മാസുള്ള റിങ് 3m മാസുള്ള റിങ് അതിനൊക്കെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിഫറൻ്റ് ആണ്. അതാണ് മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞത്. അല്ലാതെ എം മാസുള്ള റിങ്ങിനും എം മാസുള്ള ഡിസ്കിനും ഒരേ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ആണെന്ന് ഇതിൽ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, റെഡി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് അത് തന്നെ റിങ്ങിന് എം മാസ് ഡിസ്കിന് എം മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേപോലെയാണോ? ആണോ? അല്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ മാറും. പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ ആക്സിസ്. ഓക്കെ, അതെന്താ? ഈ എബൌട്ട് ദിസ് ആക്സിസിലുള്ള മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ആണോ? എബൌട്ട് ദിസ് ആക്സിസിൽ അല്ല. ആക്സിസ് മാറുന്നതനുസരിച്ച് മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ മാറിക്കൊണ്ടിരിക്കും. യുവർ എക്സ്പ്ലനേഷൻ ഈസ് അമേസിങ് സർ. താങ്ക് യു ഹാജിസ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവട്ടെ. ഓക്കെ, എൻട്രൻസ് കിട്ടിയിട്ട് അങ്ങോട്ട് വരണങ്ങൾ. റെഡി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അടുത്തയിലേക്ക് പോവാണ്. അതുപോലെ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½I⍵². I ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ. മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിർബന്ധമായിട്ടും ബൈഹാർട്ടാണ്. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതായത് 165 പേജിലുള്ള അത് എപ്പോഴും റെഡി ആയിരിക്കണം. അത് പഠിക്കാൻ സുഖമാണ്. റിങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ഞാൻ പറഞ്ഞു. എബൌട്ട് ദിസ് ആക്സിസിൽ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താ? റിങ്ങിൻ്റെ mr². ഇനി ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റിങ് ഇങ്ങനെ അട്ടിക്ക് വെച്ചതല്ലേ ഹോളോ സിലിണ്ടർ. റിങ്ങിനെ ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ നിങ്ങൾക്ക് ഹോളോ സിലിണ്ടർ കിട്ടൂലേ? റിങ്ങിനെ അട്ടിക്ക് വെച്ചാൽ ഹോളോ സിലിണ്ടർ കിട്ടൂലേ? അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താ? റിങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ തന്നെ. അത് രണ്ടും സെയിമാണ്. റിങ് അട്ടിക്ക് വെച്ചാൽ ഹോളോ സിലിണ്ടറിനും റിങ്ങിനും ഒരേ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ. ഡിസ്കിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താ? mr²/2 എബൌട്ട് ദിസ് ആക്സിസ് കേട്ടോ. ഡിസ്കിൻ്റെ എബൌട്ട് ദിസ് ആക്സിസ് mr²/2. ഡിസ്ക് അട്ടിക്ക് വെച്ചതാണ് സോളിഡ് സിലിണ്ടർ. അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ എന്താ? mr²/2. അപ്പോൾ ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½I⍵² കേട്ടോ. ഓക്കെ, ശരി. ഇനി കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനമാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങളൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. റേഡിയസ് ഓഫ് ജൈറേഷൻ എന്തെന്ന് ചോദിച്ചാൽ നോക്കൂ, അത് പലരും പറഞ്ഞ എന്താ? സെൻറ്റർ ഓഫ് മാസ് എന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. നോ, ഇറ്റ്സ് എ ഹിമാലയൻ ബ്ലണ്ടർ. നത്തിങ് ടു ഡു വിത്ത് സെൻറ്റർ ഓഫ് മാസ്. റേഡിയസ് ഓഫ് ജൈറേഷൻ പറയുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ of a body about its axis of rotation may be defined as the distance from the axis of rotation. ആ
എബൌട്ട് വിച്ച് ആക്സിസ് ആണോ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബോഡി എബൌട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിലുള്ള ഏതോ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് ഒരു പക്ഷേ ഇതായിരിക്കാം, ആ ഒരു പോയിൻ്റ് ചിലപ്പോൾ ഇതായിരിക്കാം, അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. എന്താണ് ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത? ഈ പോയിന്റിൽ എൻറ്റയർ ബോഡിയുടെ മാസ് ഈ പോയിന്റിനെങ്ങാനും ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണോ കിട്ടുക അതായിരിക്കണം ഈ എൻറ്റയർ ബോഡിൻ്റെ ആക്ച്വൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓ മൈ ഗോഡ്, കിട്ടിയോ? ഒന്നുകൂടെ പറയാം. നോക്കൂ, റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് ആ പോയിന്റിൻ്റെ പ്രത്യേകത പിന്നീട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ പറയുന്നു. സപ്പോസ് ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റ് നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇതാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താണ് അപ്പോൾ ഈ പോയിന്റ് എങ്ങനെ സെലക്ട് ചെയ്യുക? അത് ഈ പോയിന്റ് മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ ഇതാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഇതും റേഡിയസ് ഓഫ് ജൈറേഷൻ ആയിട്ട് പറയാം, ഈ ദൂരം. പിന്നെ ആ ദൂരം എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ആ ദൂരം നിങ്ങൾക്ക് എവിടേക്കും വെച്ചിട്ട് അവർക്ക് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ ഒരു പോയിന്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ? m(r²). ഓർമ്മയില്ലേ? വേർ ആർ ഈസ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക? mk². അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈ പോയിന്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പ്രത്യേകത പറഞ്ഞില്ല. ഈ പോയിന്റിൻ്റെ പ്രത്യേകത ഈ ബോഡിയുടെ ഫുൾ മാസ് ഈ ഒരു പോയിന്റിന് മാത്രമുണ്ടെന്ന് വിചാരിച്ചാൽ ആ പോയിന്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എൻറ്റയർ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആയിരിക്കണം. പോയോ? എക്സാമ്പിളിലൂടെ പറയാം. അടുത്ത എക്സാമ്പിളിലൂടെ പറയാം. ഇത്തിരി പണിയുണ്ട്. ഇപ്പോൾ ഈ ബോഡിയുടെ മാസ് നോക്കൂ, 4 ആണെന്ന് വിചാരിക്കുക. 25 കിലോഗ്രാം ഇതിൻ്റെ മാസ്. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണെന്നും വിചാരിക്കുക മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇനി ഞാൻ പറയുകയാണ് ഇതിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഏതോ ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിന് 25 കിലോഗ്രാം ആണല്ലോ ഇതിന് മൊത്തമുള്ളത്. അത് 25 ഇയാൾക്കുണ്ട് എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ആ 25 ഇയാൾക്കുണ്ടെങ്കിൽ അതേ ഇൻറ്റു k² എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 100 കിട്ടണം. അപ്പോൾ കെ ആരാ? 2. കാരണം 25 × 4 ആണ് 100. അപ്പോൾ 2 മീറ്ററാണ് ഇവിടുത്തെ ഈ കേസിലത്. അപ്പോൾ ആ 2 മീറ്റർ നിങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതാം, ആ 2 മീറ്റർ ഇവിടെ ആക്കാം, ഒരു കുഴപ്പമില്ല. മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞ് കിട്ടീനോ? കിട്ടീനോ? അത് പലപ്പോഴും അത് സെൻറ്റർ ഓഫ് മാസ് എന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും ലോക മണ്ടത്തരം, അങ്ങനെ പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുതേ. നോക്കൂ, the whole mass of the body were concentrated, its moment of inertia about the given axis would be the same as with the actual distribution of mass. നിങ്ങൾക്ക് വെരി ഗുഡ്, താങ്ക് യു. ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. കിട്ടിയെന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം വളരെ നന്നായി പഠിക്കുന്ന പല കുട്ടികളോടും ഞാൻ പലപ്പോഴും ഇത് ചോദിക്കുമ്പോൾ ഭയങ്കര മണ്ടത്തര പറയൽ ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടേ. അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയുന്നത് ഏതോ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. ആ പോയിന്റിൽ നിങ്ങൾ കൊണ്ടുവച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ തന്നെ ആണെന്നില്ല. നിങ്ങൾ ഇവിടെയുള്ള പോയിന്റിൽ 2 മീറ്റർ അപ്പുറത്ത് ഇവിടെ വെച്ചാൽ ഇതും അതന്നെയാണ്, ഇവിടെ ഇതും അതാണ്. ഓക്കെ, യെസ്, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെയും നമുക്ക് എന്ത് എഴുതാം? mk² എന്ന് എഴുതാം. കാരണം എന്താ? ആ ബോഡിയുടെ മാസ് m, ഇതതിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ ആ റേഡിയസ് കാരണം അപ്പോൾ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mk², സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mk². അതെങ്ങനെ ശരിയാവുക? ശരിയാണ്, k വ്യത്യസ്തമാണ്. kൻ്റെ വാല്യൂ മാറും, ഇത്രേ ഉള്ളൂ. kൻ്റെ വാല്യൂ മാറും. ഓക്കെ, എന്നാൽ തുടങ്ങട്ടോ.
തുടങ്ങാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മക്കളെ എല്ലാവരും ഒന്ന് ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റുന്നേ, ഒന്ന് എഴുന്നേറ്റുന്നാൾ, ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തോ, നല്ലതാ കേട്ടോ. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കാലൊക്കെ ഒന്ന് ടോമലൊക്കെ ഒന്ന് ആക്ഷനൊക്കെ കൊടുത്താൽ, ടോമൽ ഇങ്ങനെ ആക്ഷൻ കൊടുത്താൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമെന്ന് പറഞ്ഞാൽ മുമ്പൊരു ഡോക്ടർ പറഞ്ഞാൽ, ഞാനും അദ്ദേഹം എന്നെ പറ്റിച്ചതല്ല, എല്ലായിരിക്കാം. ഇങ്ങനെ കൊടുത്താൽ ഒന്ന് സ്ട്രെച്ച് ചെയ്തോ, കുഴപ്പമില്ല. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇരിക്കുന്നോടത്ത് എഴുന്നേൽക്കാനാണ് ഞാൻ പറഞ്ഞത്, കിടക്കുന്നോടത്ത് എഴുന്നേൽക്കാനല്ല കേട്ടോ. അങ്ങനൊന്നും ആരും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. യെസ്, ഫുൾ സെറ്റ്. യെസ്, തുടങ്ങുകയാണേ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ 2023 ഏറ്റവും ലേറ്റസ്റ്റ്. എ സോളിഡ് സ്ഫിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ. ഇരുന്നോ, സ്ട്രെച്ച് ചെയ്തിട്ട് ഇരിക്കുക, ഇനി നിന്നുകൊണ്ട് കേൾക്കണ്ട. എ സോളിഡ് സ്ഫിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ ഓഫ് സെയിം മാസ്, രണ്ടാൾക്ക് ഒരേ മാസാണ്, ആൻഡ് റേഡിയസ് ആർ റോളിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. റോളിംഗ് ആയിട്ട് ഇതിന് വരുള്ളൂ. The ratio of their radius of gyrations respectively, K solid, okay, 2:√x. Then value of x ആണ് ചോദ്യം. സെയിം മാസസ്. അപ്പോൾ നോക്കൂ, സോളിഡ് സ്ഫിയറിൻ്റെ സ്ഫിയർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്ര? 2/5 mr². അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അയക്കണം. 2/5 mr². ദെൻ നോക്കൂ, സിലിണ്ടറിൻ്റെ എത്രയാണ്? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട്, ഇത് ഏത് സോളിഡ് സിലിണ്ടറാണ്. അപ്പോൾ ഡിസ്ക് കട്ടിക്ക് വെച്ചാൽ എത്ര? mr²/2. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? റേഷ്യോ ഓഫ് ദ റേഡിയസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് എഴുതുന്നു? ദിസ് ഈസ് ഈക്വൽ ടു mk². കെ ഏതാണ്? കെ സ്ഫിയറിൻ്റെ. ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു mk സിലിണ്ടർ². ഓക്കെ, റെഡി? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? അതിൽ നിന്ന് ഇതിൻ്റെ ആവശ്യമില്ല. കെ സ്ഫിയർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു m കട്ട് ചെയ്തു. അപ്പോൾ √2/5 r. അതുപോലെ കെ സിലിണ്ടർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു m പോയി r/√2. അതിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. അതിൻ്റെ റേഷ്യോ എന്താണ്? റേഷ്യോ ഈസ് ഈക്വൽ ടു ദ കെ സ്ഫിയർ ഡിവൈഡഡ് ബൈ കെ സിലിണ്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു r കട്ട് ചെയ്തു, √2/5 ഡിവൈഡഡ് ബൈ, അപ്പോൾ √2 എവിടെ പോവും? മുകളിലേക്ക് പോവും. √2 മുകളിലേക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√5. Therefore, x is equal to 5 is the right answer. X is equal to 5. Yes, you got it. Very good. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ റേഡിയസ് ഓഫ് ജൈറേഷൻ. നെക്സ്റ്റ് നോക്ക്. ജസ്റ്റ് എ സെക്കൻഡ്, വെയിറ്റ്. റേഡിയസ് ഓഫ് ജൈറേഷൻ, ജസ്റ്റ് എ സെക്കൻഡ്. യെസ് നോക്കൂ. A ring and a solid sphere rotating about an axis passing through their centers have same radii of gyration. The axis of rotation is perpendicular to the plane of the ring. Ratio of radius of ring to that of sphere. Okay, yes. റേഡിയസിൻ്റെ റേഷ്യോ ആണ്. വാല്യൂ ഓഫ് എക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കൂ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I റിങ് ഈക്വൽ ടു എന്താ? mr². എന്താണ്? മാസ് സെയിം ആണോ? എബൌട്ട് പാസിങ് ത്രൂ ദെയർ സെൻറ്റേഴ്സ് ഹാവ് സെയിം റേഡിയായി ഓഫ് ജൈറേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മാസം ഒന്നും സെയിം ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. മാസും സെയിം അല്ലാത്തതുകൊണ്ട് ഞാനിതിന് എഴുതാണ് m1r1². അപ്പോൾ ഇതിൽ നിന്ന് റേഡിയസ് ഓഫ് ജൈറേഷന് K1 is equal to ഇവിടെ r1 തന്നെ. ഇനി അടുത്തത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ ആണ്. അപ്പോൾ എസ് എന്ന് കൊടുക്കുകയാണെ അത് m2r2². m2r2² അല്ല, സോളിഡ് സ്ഫിയറിൻ്റെ എന്താ? 2/5 അല്ലേ?
2 by 5 m2 r2 square. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് K2 എഴുതാം. K2 is equal to root of 2 by 5 r2. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഈക്വൽ എന്നാണ് പറഞ്ഞത്. ദെർഫോർ യു ക്യാൻ സേ ദ K1 ഈക്വൽ ടു K2 ആണ്, വിച്ച് ഇംപ്ലൈസ് R1 is equal to root of 2 by 5 R2. Ready? Now R1 by R2 that is equal to root of 2 by 5. അതിനെയാണ് ക്വസ്റ്റ്യൻ എന്ത് എഴുതിയത്, റൂട്ട് ഓഫ് 2 by x എന്ന് എഴുതിയത്, വിച്ച് ഇംപ്ലൈസ് x is equal to again 5 is the right answer. Very good, very good, very good. Yes, you said it. ഓക്കെ, ഞാൻ അടുത്തേക്ക് പോകാം. നോക്കൂ, പെർപെൻഡിക്കുലാർ ആക്സസ് തിയറം, സിമ്പിൾ ബട്ട് എലഗൻറ്റ്. ബോത്ത് പെർപെൻഡിക്കുലാർ ആക്സസ് തിയറം ആൻഡ് പാരലൽ ആക്സസ് തിയറം. എന്താ പെർപെൻഡിക്കുലാർ? ഇറ്റ് ഈസ് എ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി. ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ അതാ, ഇതാർക്കേ പറ്റുള്ളൂ, പ്ലാനാർ ബോഡിക്ക് പറ്റുള്ളൂ. മാത്രമല്ല, എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ is equal to the sum of moments of inertia about two perpendicular axes concurrent with the perpendicular axis and lying in the plane of the body. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ IZ is equal to IX plus IY. ഈ സംഭവം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. പ്ലാനാർ ബോഡി, ആ ബോഡിയിലുള്ള രണ്ട് ആക്സിസ് എക്സ് വൈ ഒക്കെ എടുക്കുക, അതിന് കൺകറൻ്റ് ആയിട്ട് Z ആക്സിസ്. അപ്പോൾ എബൌട്ട് Z ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എക്സിലും വൈയിലെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദാറ്റ് ബോഡിൻ്റെ സമ്മായിരിക്കുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും ഇത് പ്ലാനാർ ബോഡിക്ക് പറ്റുള്ളൂ. അതതിൻ്റെ ലിമിറ്റേഷൻ ഏത് ബോഡിക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏത് ബോഡിക്കും അപ്ലൈ ചെയ്യാനുള്ളതാണ് ആര്, പാരലൽ ആക്സസ് തിയറം. പാരലൽ ആക്സസ് തിയറം എന്താ പറഞ്ഞത്, ഇപ്പോൾ ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ്, എനിക്ക് ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഈ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വേണ്ടത്, ഇതിനെ Z ഡാഷ് എന്ന് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ CM ഇവിടെ നിന്ന് കണ്ടെത്തുക. ആ CMലൂടെ തന്നിരിക്കുന്ന ആക്സിസിന് ZCM എന്ന് ഞാൻ എഴുതി. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എത്ര നോക്കുക, ദാറ്റ് ഈസ് A. അങ്ങനെയാണെങ്കിൽ IZ ഡാഷ് ഈസ് ഈക്വൽ ടു ICM എന്ന് കൊടുത്ത് പ്ലസ് M ഇൻറ്റു A സ്ക്വയർ. അതായത് ഒരു ഗിവൺ ആക്സിസിലെ ഒരു പർട്ടിക്കുലർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ അതിന് പാരലലായിക്കൊണ്ട് CMലൂടെ പോകുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാം, പ്ലസ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്. Charlie, please explain English. Are you not comfortable in Malayalam? Charlie, where are you from? Okay, about that is what I am telling. IZ dash is equal to ICM plus M into A square. You got it? That is parallel axis theorem. Now let's apply these theorems in problems. See, again it's a question from JEE 2023. A solid sphere of mass 500 gram. A solid sphere of mass 500 gram and radius 5 centimeter is rotated about one of its diameter with angular speed 10 radian per second. If the moment of inertia of the sphere about the tangent is x into 10 raised to minus 2 times the angular momentum about the diameter, then value of x is, that's the question, then the value of x is. Handle with utmost care. I am extremely sorry, Charlie. See, most of our audience belongs to Kerala, and I will be communicating in mixed language. Most of the time I will speak in Malayalam only, and of course you can follow me. It's obvious to say that all the concepts and all the mathematics are in its own language. Therefore, obviously you can follow, but mostly I will be talking in Malayalam. Okay, because our audience are intended to hear in Malayalam only. Okay, see, our solid sphere of mass 500 gram, radius 5 centimeter, rotate about one of its diameter, angular. ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഫുള്ള് കിട്ടൂല. അപ്പോൾ റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ഓക്കെ, then only you can catch up the question exactly. A moment of inertia of the sphere about the diameter, solid sphere mass radius, okay, is rotated about its diameter. Therefore, let me write I, moment of inertia about the diameter.
it's a solid sphere, that is equal to 2 by 5 mr square, 2 by 5 mr square. Okay. Now, using parallel axis theorem, see, this is the sphere, and this is the see, this is the sphere, and this is the axis passing through the diameter, and you are supposed to find the moment of inertia of the body about an axis passing through the tangent, Okay. Now, see, about this axis you need to find. You can apply what? You can apply parallel axis theorem. Therefore, using parallel axis theorem, let me mark this as z dash. I z dash is equal to 2 by 5 mr square plus mass of the body and square of the distance between the two axes, that is nothing but r itself. That is equal to, that is 2.5, no sorry, this is 2 by 5, not 2.5, okay, this is equal to 7 by 5 mr square, I z dash. Now, see, you are the question tells about this axis, the moment of inertia is x into 10 raised to minus 2 times the angular momentum about the diameter. That means I z dash is equal to, see this, 7 by 5 mr square, that is equal to x into 10 raised to minus 2 into what? Into angular momentum. But you know, L is equal to I omega. Omega is readily given in the question. Therefore, now you can find this x can be easily found, that is x into 10 raised to minus 2 into angular momentum about the diameter, that means this I belongs, what is this I? I is the moment of inertia about the diameter, because L is the angular momentum about the diameter. Therefore, this I represents the moment of inertia about the diameter. About the diameter, it is nothing but 2 by 5 mr square into omega. This omega is 10, it is given in the question, it is 10. Now, you can cancel the common terms, that is mr square cut, 5 cut. What else is there? Now, x is equal to 7 already there. Now, that is 10 raised to minus 1, even 10 divided by 2. Am I right? 70 divided by 2, therefore 35 will be the right answer. 35. You got it? 35. It's 35. 35 is the right answer. Yes, Naurin, you got it. That's a right answer. Yes, Vignesh, great to see that. Make it fast, my dear students, make it fast so that we can do more and more problems. It's only 20 minutes remains. Be there with utmost patience and enthusiasm. Okay, now let me switch over to the next problem. Again, it's a JEE 2023 problem. Yes. Moment of inertia of a disc of mass m and radius r about any of its diameter is mr square by 4. The moment of inertia of the disc about an axis normal to the disc and passing through a point on its edge will be x by 2 mr square. The value of x is, okay. See, it's
Moment of inertia of a disc of mass m about diameter. This is, we know it already. You are supposed to find okay, like this. See, suppose this is disc. This is the disc. This is moment of inertia about its diameter. Now you are supposed to find the moment of inertia about an axis passing through the edge, but perpendicular to this plane, and it is very difficult to draw for me. Not in this plane, but perpendicular to this plane, like this, perpendicular to this plane. This is the disc, this is diameter, along the diameter, and this is the axis about which you are supposed to find the moment of inertia of the disc. Therefore, it is simple, First you need to find the moment of inertia about this axis itself. Sorry. The moment of inertia of this about an axis normal to the, okay, about this axis, about the perpendicular ICM. That may ICM stand for moment of inertia about an axis passing through CM and perpendicular to the plane, and this is equal to, you know, it is nothing but mr square by 2. My dear students, about an axis perpendicular to its plane. Now about this point, what is that? That is I dash is equal to m r square by 2, parallel axis theorem, plus mass of the body into square of the distance between them, r square, that is equal to 3 by 2 m r square, Then what is x? X is equal to 3. You said it, my dear students, you said it. Okay. Now I will show you a very interesting question, Are you ready? Nothing to do, actually, nothing to do. See, this is the question. Two discs have moments of inertia I1 and I2 about their respective axes perpendicular to the plane and passing through the center. Two discs are there, and another disc is there, also there, like this. Okay. Moment of inertia I1, I2, they are rotating with angular speeds, one is omega 1 and the other is omega 2 respectively, and brought in contact. Look what happens after that. One fell down on the other. Okay, one fell down on the other, and as a single entity they are rotating. Then you are supposed to find the loss in kinetic energy of the system in the process, and it is nothing but the answer is half I1 I2 divided by I1 plus I2 into omega 1 minus omega 2 the whole square. This is the answer. You can by heart it. Moreover, I will give you two more similar cases. Just listen me. You can see sharing of charges between capacitors. During capacitors, the same equation you can also apply during capacitors. See, suppose you are having two capacitors C1, C2, two capacitors, charged capacitors. After that, these two capacitors are combined together like this. Okay. During this process, after connecting them together, what will happen? The charges will be shared, sharing of charges will be there, and energy will be lost in the form of electromagnetic radiation, and the energy lost is given by half into C1 C2 divided by C1 plus C2 into V1 minus V2 the whole square. See, where V1 is the initial potential difference across C1, V2 is the initial potential difference across C2.
V1 and V2 are the potential differences across C1 and C2. Okay, okay, energy law. This is a similar equation. See, half, then C1 C2 by C1 plus C2, I1 I2 divided by I1 plus I2, V1 minus V2, omega 1 minus omega 2. One more is there, you know, can you tell me? One more case is there. You can apply the similar form of equation. ഇതുപോലത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കേസ് ഉണ്ട്, പറയാൻ പറ്റുമോ? വെരി ഗുഡ്. ടോപ്പ് ജി, ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. യെസ്, loss of kinetic energy in elastic collision. There also you can make use of this equation. Delta U is equal to half into m1 m2 divided by m1 plus m2 into v1 minus v2 the whole square. Here v1 and v2 are velocities. അപ്പോൾ ഈ മൂന്ന് കേസസ്, the three cases, you can apply the similar equation. Inelastic collision, the energy lost during inelastic collision. In the inelastic collision, after collision the two bodies combine together and move as a single entity. Okay, therefore the equation is this one. Okay, let me move ahead. Yes, it's a JEE 2021 question. My dear students, don't get confused. It's a simple problem. Definitely it's a simple problem. Okay, you just try. ഒരു പ്രശ്നമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. In the given figure, two wheels P and Q are connected by a belt B. The radius of P is 3 times that of Q. In case of same rotational kinetic energy, the ratio of inertias I1 by I2 will be x is to 1. The value of x will be എന്നാണ് ചോദ്യം. X will be. നോക്കൂ, നമുക്ക് 15 മിനിറ്റ്സ് കൂടെ ക്ലാസ് ഉള്ളൂ. ഈ അടുത്ത 15 മിനിറ്റിൽ നിങ്ങളെ ഫുൾ അറ്റൻഷൻ എനിക്ക് തരണം കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ മിസ്സാവരുത്. നമുക്കത് ഫുൾ അറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഡയഗ്രാം കാണുമ്പോൾ എന്തോ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കാണുമ്പോൾ നമ്മൾ എന്തോ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പോകും. ഓക്കെ, നോക്കൂ, ഞാൻ പറയാം. ഇതിന് റോളിങ്ങിനെ കുറിച്ചുള്ള കാരണം റോളിങ്ങിൻ്റെ ഒരു പാർട്ട് കൂടെ നമുക്ക് പറയാനുണ്ട്. ആക്ച്വലി സാരമില്ല, നോക്കാം. ഇവിടെ നോക്കൂ, ഇതൊരു വീൽ പി ആൻഡ് ദിസ് ഈസ് ആർ, ദിസ് ഈസ് ക്യൂ, ദിസ് ഈസ് നോട്ട് ആർ, ദിസ് ഈസ് ക്യൂ. ഓക്കെ, ഇങ്ങനെ ബെൽറ്റ് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ബെൽറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക, ഈ പോയിന്റിൽ വെലോസിറ്റി ഇങ്ങോട്ട്. അതുപോലെ നോക്കൂ, ഇവിടുത്തെ വെലോസിറ്റി നോക്കൂ, അത് ഞാനിതാ ഇങ്ങനെ മാർക്ക് ചെയ്തു, വെലോസിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ബെൽറ്റ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. അത് വലിച്ചാൽ നീളം കൂടുന്ന ബെൽറ്റല്ല, നീളം കൂടില്ല. അതുകൊണ്ട് ഇവിടെ ഇതിനെന്താണോ സ്പീഡ്, അതേ സ്പീഡ് തന്നെ ആവില്ലേ ഇവിടെ ഉണ്ടാവുക, സെയിം അല്ലേ? കാരണം എന്താ, ഒരേ ബെൽറ്റാണ് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വെലോസിറ്റി കിട്ടാൻ ഒരു ഐഡിയ നിങ്ങൾക്കറിയാം. കാരണം ഇയാൾക്ക് റൊട്ടേഷനേ ഉള്ളൂ. ഈ നോക്കൂ, ഇതെന്താ സാധനം, വീല്. ഈ വീലിന് റൊട്ടേഷനേ ഉള്ളൂ, ഇതിന് റൊട്ടേഷനേ ഉള്ളൂ. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൻ്റെ വെലോസിറ്റി. കാരണം ഇത് ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങുമ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി എന്തായിരിക്കും, വി ഈക്വൽ ടു ഒമേഗ ആർ. അപ്പോൾ വി ഈക്വൽ ടു ഒമേഗ ആർ അല്ലേ, ശരിയല്ലേ? വി ഈക്വൽ ടു ഒമേഗ ആർ, ആം ഐ റൈറ്റ്? വി ഈക്വൽ ടു ഒമേഗ ആർ. അതിൻ്റെ ഒമേഗ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നില്ലല്ലോ. ഒമേഗ ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നോ പ്രോബ്ലം. ഓക്കെ, വി ഈക്വൽ ഒമേഗ ആർ. അത് തന്നെ ആവൂലേ ഇവിടെ ഉണ്ടാകുക, വി ഈക്വൽ ടു ഒമേഗ ആർ. അത് ഞാൻ പറയാം, നിൽക്കട്ടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ വി ഈക്വൽ ടു ഒമേഗ ആർ ആണെങ്കിൽ ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഒമേഗ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞത് ഇവിടെ 3R ആണ്. അപ്പോൾ ഇയാളെ ഒമേഗ ഒമേഗ 1 ആർ. ലീനിയർ വെലോസിറ്റി രണ്ടും സെയിം ആണ്. ലീനിയർ വെലോസിറ്റി ഇതേ വെലോസിറ്റിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ ഒമേഗ 1 ആർ ആണ്. ആ ഒമേഗ 1 എന്ന് പറഞ്ഞാൽ വി ഡിവൈഡഡ് ബൈ ആർ. ആർ ഇവിടെ 3r ആണ്. ദിസ് ഈസ് 3r. ഇനി സെയിം ലീനിയർ വെലോസിറ്റി വിൽ ബി ഹിയർ ആൾസോ, ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഒമേഗ 2r. ബട്ട് വാട്ട് ഈസ് ആർ ഓവർ ഹിയർ? Or from this omega 2 is equal to V divided by capital R, where capital R is the radius over here. Capital R is the radius over here. Very good, very good. നോക്കാം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി നമുക്ക് കമ്പയർ ചെയ്യാം. നോക്കൂ, കൈനറ്റിക് എനർജി ഞാൻ കെ പി എത്ര ഉണ്ടാവുക? ഹാഫ് I1 omega 1 square, that is Kp. Kinetic energy ആണ്, സെയിം kinetic energy, that is equal to half I2 omega 2 square. ഓക്കെ, ഹാഫ് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് I1 I2ൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. therefore I1 by I1 divided by I2 is equal to half പോയി omega 2 square divided by omega 1 square. omega 2 എത്ര? V square divided by R square into 9R square divided by V square. The answer എത്ര? 9/1. 9:1 is the right answer. അതിനിവിടെ x:1 എന്നാണ് പറഞ്ഞത്. x:1 is equal to 9:1. x is equal to 9 is the right answer. Yes. ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. മെനി ഓഫ് യു ഡിഡ് ഇറ്റ് വെരി കറക്റ്റ്ലി, വെൽ ബിഫോർ ഐ ഡിഡ് ദ പ്രോബ്ലം. ഓക്കെ, യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യുന്നു. നോക്കാം നമുക്ക് സമയത്തിനനുസരിച്ചിട്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് ആൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്യാതെ ഞാൻ പോകരുത്. നോക്കൂ ചെയ്യട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തോ, ഇവിടുത്തെ സ്പീഡ് സെയിം ആക്കി എടുത്തു. ഇതപ്പോൾ നമ്മൾ ചെയ്തത് ആ ഐഡിയ അപ്ലൈ ചെയ്താൽ എത്ര സിമ്പിളായി നോക്ക്. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കൂ. As shown in figure, a bob of mass m is tied by the massless string whose other end portion is wound on a flywheel. നോക്കൂ, ഫ്ലൈവീലിനെ ഡിസ്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. ഫ്ലൈവീല് ശരിക്കും റിംഗ് ആയിട്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മിക്ക പ്രോബ്ലത്തിലും ഇവിടെ ഫ്ലൈവീൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഡിസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. നന്നായി. ഇത് 2020 ക്വസ്റ്റ്യൻ ആണ്. ചില സ്ഥലത്ത് ഫ്ലൈവീൽ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മളത് കൺഫ്യൂസ്ഡ് ആവും വെദർ ഐ നീഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ റിംഗ് ഓർ എ ഡിസ്ക്. ബട്ട് അക്കോർഡിംഗ് ടു NCERT അത് ഡിസ്ക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക് ആയിട്ട് തന്നെ എടുക്കുക. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഡിസ്ക് എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. ഓക്കെ, ഓഫ് റേഡിയസ് ആർ മാസിയം വെൻ റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ബോബ് സ്റ്റാർട്ട് ഫാളിംഗ് വെർട്ടിക്കലി വെൻ ഇറ്റ് ഹാസ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് h ദ ആംഗുലാർ സ്പീഡ് ഓഫ് ദ വീൽ വിൽ ബി. അപ്പോൾ ഇപ്പോൾ ഇത് വൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്യാൻ പോവാണ്. റിലീസ് ചെയ്താൽ അത് താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് താഴേക്ക് നോക്കും. ഇതിങ്ങനെ താഴേക്ക് വന്ന് ഒരു h ഹൈറ്റ് താഴേക്ക് വന്നു. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? h ഹൈറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആംഗുലാർ സ്പീഡ് ഓഫ് ദ വീൽ ആ സമയത്ത് എന്ത് എന്നാണ് നമ്മളോട് ചോദ്യം. യെസ്, അപ്പോൾ നമ്മളതിന് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നോക്കുക. വെലോസിറ്റി ഞാൻ V എന്ന് ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ വെലോസിറ്റി V. ആ വീനെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? V = ωr എന്ന് എഴുതാം. V = ωr എന്നാൽ ഞാൻ എപ്പോഴും പറയാം r⍵ എന്നല്ല പറയാം, ωr. r⍵ പറഞ്ഞാലും ωr പറഞ്ഞാലും സെയിം ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ωr എന്ന് പറഞ്ഞത്? അതിൻ്റെ വെക്റ്റർ ഫോം എന്താ അറിയോ? വെക്റ്റർ V = ω ക്രോസ് r ആണ്. അവിടെ r⍵ എന്ന് പറഞ്ഞ് ശീലിച്ചാൽ r ക്രോസ് ω എന്ന് പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് തെറ്റാണ്. r ക്രോസ് ω തെറ്റാണ്, r⍵ ശരിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആണ് ഞാൻ ωr എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ദിസ് ഈസ് ωr. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു പരിപാടി. ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യുക. ഈ റഫറൻസ് ലൈൻ പിടിക്കുക.
എന്നിട്ട് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സോറി ഇതല്ല, ഇതിനെ ഞാൻ റെഫറൻസ് ലെവലാക്കി എടുത്തത് റെഫറൻസ്. അപ്പോൾ ഇവിടെ എനർജി എന്താ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി -mgh. അപ്പോൾ ടോട്ടൽ എനർജി കൺസർവേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ പോയിന്റിൽ നോക്കൂ, ഇതാ ഈ പോയിന്റിൽ എനർജി എത്ര, 0. ഇനീഷ്യലി എനർജി ഇല്ല, കൈനറ്റിക് എനർജി, മോഷൻ ഇല്ല, നോ മോഷൻ, അതുകൊണ്ട് കൈനറ്റിക് എനർജി 0. ദെൻ പൊട്ടൻഷ്യൽ എനർജി, ദിസ് ഈസ് റെഫറൻസ് ലൈൻ. അപ്പോൾ ഇനീഷ്യൽ എനർജി ഈക്വൽ ടു 0, 0 ഈക്വൽ ടു നൗ ഫൈനൽ എനർജി. Final energy, see what is final energy? There is both kinetic and potential energy. Total energy I am calculating. Therefore, both kinetic and potential energies are there. What is kinetic energy? Half mv square plus rotational kinetic energy half I omega square. Then potential energy, this is -mgh. Once നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുമോ, ഈ പ്രോബ്ലം കഴിഞ്ഞ്. ഈ ഇക്വേഷൻ എഴുതാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഇനി ഞാൻ എഴുതാണ്. therefore mgh is equal to half mv square. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ആംഗുലാർ സ്പീഡ് ഒമേഗയാണ് കാണാൻ പറഞ്ഞത്. അപ്പം നമ്മൾ വീനെ മാറ്റിയിട്ട് എന്താക്കണം, ഒമേഗൻ്റെ ടേമിലേക്ക് ആക്കുക. അപ്പോൾ ഹാഫ് എം വി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആർ ഒമേഗ ആർ, അപ്പോൾ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഡിസ്ക്കാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ഒമേഗ സ്ക്വയർ. എം കട്ട്. therefore ബാക്കി ആരാ ഉള്ളത്, then half omega square r square and 1/4 omega square r square. That is GH is equal to half മുക്കാൽ 3/4 omega square r square. That is GH. What is being asked? Omega. Therefore omega square is equal to 4/3 GH divided by r square, or omega is equal to 1/r root of 4/3 GH. 4/3. Yes, option A is the right answer. My dear students, നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് കാര്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയുള്ള സ്ലൈഡുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. സ്ലൈഡുകളൊന്ന് കാണിച്ചു പോവാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നമുക്ക് അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണേൽ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ മെത്തേഡ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഫേമസ് ആണ്. 4mr² ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. പക്ഷേ വളരെ ഫേമസ് ആണ് ആ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ല, ഒരു മോഡൽ പ്രോബ്ലമാണ്. ദെൻ നോക്കൂ, ഈ കമ്പാരിസൺ, ഈ പാർട്ട് സത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ സമയം അനുവദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും ചെയ്യണത് നോക്കൂ, നിങ്ങൾ നിർബന്ധമായിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങളത് ചെയ്തിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിർബന്ധമായിട്ടും അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഇതൊക്കെ കൈപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ റോളിംഗ് മോഷനിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇനി സമയമില്ല. നമുക്ക് എന്താ ചെയ്യാം, 2023 ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്. ഇനി അവസരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ, നോക്കാം. ഏതായാലും അതിന് ബാക്കി ഒരു പാർട്ട് കൂടി വെക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നെടുക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ്. ഇന്നെടുക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. നമുക്ക് അവസരമുണ്ടെങ്കിൽ JEB ഒക്കെ ഇനിയും വരുന്നുണ്ടല്ലോ. ഇനിയും ഞാൻ നിങ്ങളെ കാണാൻ വരും കേട്ടോ. ഇനിയും പല ടോപ്പിക്കിൽ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ജീനിയസിൻ്റെ ക്ലാസ്സസ് വരുന്നില്ലേ, ജീനിയസ്
99% ഇൻ 99 ഡേയ്സ് അതിൽ നമുക്ക് ചില ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിൽ നിങ്ങൾ നന്നായിട്ട് എക്സാമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുന്നു. താങ്ക് യു ഫോർ ദ love and cooperation shown by you.